ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും കേൾക്കാവോ? ഹലോ. ആ, ഓക്കെ ഓക്കെ. എല്ലായിടത്തും മഴയൊക്കെ എങ്ങനെയുണ്ട്? നല്ല സൂപ്പർ മഴയാണോ? ഇവിടെയെല്ലാം ഭയങ്കര മഴയാണ്. തോർന്നിട്ടില്ല ഇതുവരെ, സത്യം പറഞ്ഞാൽ. ഉച്ച കഴിഞ്ഞ് പെയ്തിട്ട്. അവിടെയെല്ലാം അങ്ങനെയാണോ? എല്ലാവർക്കും നെറ്റിന് ഇഷ്യൂ ഉണ്ട്. ഓക്കെ, നെറ്റിന് ഇഷ്യൂ ഉണ്ട് പറയണം കേട്ടോ. നെറ്റ് കട്ടാകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്, കാരണം നല്ല മഴയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് സയൻസിൻ്റെ 6ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റ് നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് മാറി, നമ്മുടെ 2ാം ക്ലാസ് 4, 6, 8 ടെക്സ്റ്റ് മാറി നമുക്കറിയാം. അപ്പോൾ 6ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റ് ആഹാരത്തിലൂടെ ആരോഗ്യം എന്നുള്ള നമ്മുടെ കഴിഞ്ഞ വർഷം പഴയ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ ഇത് ലാസ്റ്റ് വരുന്ന ചാപ്റ്ററാണ്. അതും ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് അത് എടുത്ത് കാണിക്കാവേ. നമുക്ക് ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ടും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ്, പിന്നെ ഫാറ്റ്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട വൈറ്റമിൻസിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ, ഇതെല്ലാം ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആഹാരത്തിലൂടെ ആരോഗ്യം. അവിടെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് അമ്മയും കൊച്ചും വന്നിരിപ്പുണ്ട്. അപ്പം അമ്മ പറയാണ്, ഡോക്ടർ, മോൾക്ക് ഭാരക്കുറവുണ്ടോ എന്നൊരു സംശയം. അവൾ ആഹാരം വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ, എന്താണ് ചെയ്യേണ്ടത്? ചെറിയ ഭാരക്കുറവൊന്നും പ്രശ്നമാക്കേണ്ടതില്ല, വളരുന്ന പ്രായമല്ലേ, കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. എങ്കിലും ആവശ്യത്തിന് പോഷകാഹാരം ഉറപ്പാക്കണമെന്ന്. അതായത് അമ്മയും ഡോക്ടറും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. എന്താണ് പോഷകാഹാരം, അല്ലെങ്കിൽ എന്തൊക്കെ ആഹാരങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത് അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടത്, അല്ലെങ്കിൽ എത്രത്തോളം നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. വൈവിധ്യമാർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടല്ലോ. പാകം ചെയ്തതും അല്ലാത്തതുമായ വ്യത്യസ്ത തരം ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ ആഹാരമാക്കുന്നു. നാം സാധാരണയായി ഉപയോഗിക്കുന്ന ചില ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കാം. നോക്കി, നമ്മൾ സാധാരണയായിട്ട് കഴിക്കുന്ന കുറേ ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ നമ്മുടെ ധാന്യങ്ങൾ, രണ്ടാമത്തെ എന്താ നമ്മുടെ ഫ്രൂട്ട്സ്, പഴങ്ങൾ, പിന്നെ മൂന്നാമത്തെ നമ്മുടെ പച്ചക്കറികൾ, ഇത് നമ്മുടെ പയറുവർഗ്ഗങ്ങൾ, ലാസ്റ്റത്തെ നമ്മുടെ ഇലക്കറികൾ, അല്ലേ? അതായത് ഇതെല്ലാം നമ്മൾ ഭക്ഷ്യവസ്തുക്കൾ, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന നമ്മുടെ ഭക്ഷ്യവസ്തുക്കളാണ് ഇതെല്ലാം. ഇതിനെല്ലാം തരം തിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ധാന്യങ്ങൾ, അല്ലെങ്കിൽ പഴങ്ങൾ, പച്ചക്കറികൾ, ഇവയെല്ലാം അവയിൽ അടങ്ങിയിരിക്കുന്ന ഓരോന്നിനും വിറ്റാമിൻസ് ആണോ, പ്രോട്ടീൻ ആണോ, കാർബോഹൈഡ്രേറ്റ് ആണോ, അത് ഏതൊക്കെയാണെന്ന് അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിനെ തരം തിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ രാവിലെ കഴിക്കുന്ന ഏതൊക്കെ, ഉച്ചയ്ക്ക് കഴിക്കുന്ന ഏതൊക്കെ, രാത്രി കഴിക്കുന്ന ഏതൊക്കെ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും നമുക്ക് ആവശ്യമുള്ള കാര്യമല്ല. നമുക്ക് ഇനി വരുന്ന കുറച്ച് കാര്യങ്ങൾ. ഇത് ആഹാരം എന്തിന്, നാം എന്തിനാണ് ആഹാരം കഴിക്കുന്നത്, ആഹാരത്തിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത്, ഇതെല്ലാമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, നമ്മുടെ ആരോഗ്യം. നിങ്ങൾക്ക് സ്ക്രീനൊക്കെ കാണാമല്ലോ അല്ലേ? കുഴപ്പമില്ലല്ലോ? ഓക്കെ അല്ലേ? സ്ക്രീൻ പ്രശ്നമില്ലല്ലോ? കാണാമല്ലേ? ആ, ഓക്കെ ഓക്കെ. ഒരു മിനിറ്റ്. ഇത് തിരിച്ചായിരുന്നോ മറിച്ചായിരുന്നോ കുത്തുന്നത്? ഓക്കെ. ഹലോ, നമ്മുടെ ആരോഗ്യം നമുക്കത് നോക്കാം. അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ആഹാരമാണ്. നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങളാണ് എന്ത്? പോഷകങ്ങൾ എന്ന് പറയുന്നത്. ഇവ നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ്. അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ആരോഗ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ വളർച്ചയ്ക്ക്, ഇത് ഓരോ പ്രായത്തിനും ആവശ്യമായിട്ടുള്ള വളർച്ച വേണമല്ലോ, അതിനെല്ലാം ആവശ്യമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ രോഗങ്ങളെ ചെറുക്കുന്നതിനെല്ലാം ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് പോഷകങ്ങൾ. ഈ പോഷകങ്ങൾ നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ നിന്ന്. ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങളാണ് ഏതൊക്കെ? കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ തുടങ്ങിയവ. അപ്പം നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന
പ്രധാനപ്പെട്ട പോഷകങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ്സ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, നമ്മുടെ മിനറൽസും ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകങ്ങളാണ്. ജലം ഒരു പോഷക ഘടകമല്ലെങ്കിലും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട ഒരു പദാർത്ഥമാണ് ഏത്? നമ്മുടെ ജലം എന്ന് പറയുന്നത്. ഭക്ഷ്യവസ്തുക്കളിൽ കാണുന്ന നാരുകളും അതായത് ഫൈബേഴ്സ് ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. എല്ലാ ആഹാരത്തിലും എല്ലാ പോഷക ഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകണമെന്നില്ല. അതിനാൽ നാം പലതരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ ആഹാര പദാർത്ഥങ്ങൾ തയ്യാറാക്കി കഴിക്കുന്നു. നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളുടെ അളവ്, കഴിക്കുന്ന സമയം, വൈവിധ്യം, ഗുണമേന്മ എന്നിവ നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കണം. അപ്പോൾ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകങ്ങളാണ് ഏതൊക്കെ? കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, കൊഴുപ്പുകളുണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, പിന്നെ പലതരത്തിലുള്ള നാരുകൾ. നമ്മുടെ ഈ മാങ്ങയൊക്കെ അതിൻ്റെ അകത്തൊക്കെ കുഞ്ഞു കുഞ്ഞു നാരുകളൊക്കെ ഇല്ലേ, ആ നാരുകൾ, ഇതെല്ലാം നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട പോഷക ഘടകങ്ങളാണ്. ഇനി ഇതിനെ ഓരോന്നിനെയും പറ്റിയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നോക്കിയേ, ഊർജ്ജം ലഭിക്കാൻ, അതായത് നമുക്ക് എന്തിനൊക്കെ ഊർജ്ജം വേണം? ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിന് നമുക്ക് ആ ഊർജ്ജം വേണം അല്ലേ? ഇവിടെ പിള്ളേരാണെങ്കിൽ കളിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ബലൂൺ പറപ്പിക്കുന്നുണ്ട്, ഫുട്ബോൾ കളിക്കുന്നത്, പിന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ ജോലികൾ, അതിനെല്ലാം എന്താവശ്യമാണ്? ഊർജ്ജം ആവശ്യമാണ്. വിശപ്പ് മാറ്റുവാനും രുചി ആസ്വദിക്കാനും വേണ്ടി മാത്രമാണോ നമ്മൾ ആഹാരം കഴിക്കുന്നത്? ഒരു ദിവസം നിങ്ങൾ എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്? ആ കുട്ടികൾ ചെയ്യുന്ന കുറച്ച് പ്രവൃത്തികളുടെ ഫോട്ടോസായി തന്നിരിക്കുന്നത്. നോക്കിയാൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചിത്രത്തിൽ കാണുന്നത്? ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഊർജം ആവശ്യമില്ലേ? ഇവയ്ക്കെല്ലാം ഒരേ അളവിലാണോ ഊർജം ആവശ്യമുള്ളത്? ഇതിനെല്ലാം വേണ്ട ഊർജം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അപ്പം നമുക്ക് എന്ത് ചെയ്യുന്നതിന് എന്താവശ്യമാണ്? എനർജി ആവശ്യമാണ്. അപ്പം ഈ ഒരു ഊർജം എവിടെ നിന്നാണ് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിക്കേ, കാർബോഹൈഡ്രേറ്റ്. ശരീരത്തിന് ആവശ്യമായ ഊർജം പ്രധാനമായും ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. ഇത് അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് നമ്മുടെ കേറ്റിലായത്. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം ലഭിക്കുന്ന പോഷക ഘടകം ഏത്? അത് ആ സെൻറ്റൻസ് അങ്ങനെ തന്നെയാണ് തരുന്നത്. ഇപ്പോൾ ഊർജ്ജം എന്നുള്ളത് കേട്ട അപ്പോൾ ഓർത്തോണം എന്താണ്? നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ആണ്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ എന്നീ വിവിധ രൂപങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ കാണപ്പെടുന്നു. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഏതാണ്? അന്നജമാണ്. അതായത് ധാന്യങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളിലും ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന അന്നജമാണ്. അപ്പോൾ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം പ്രധാനമായിട്ടും ലഭിക്കുന്ന എവിടെ നിന്നാണ്? നമ്മുടെ കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. അതുപോലെ അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ എന്നീ വിവിധ രൂപങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ കാണപ്പെടുന്നു. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്ന നമ്മുടെ അന്നജമാണ്. നമ്മൾ കാർബോഹൈഡ്രേറ്റിനാണ് ഈ ധാന്യകം എന്ന് പറയുന്നത് കേട്ടോ. ധാന്യകം എന്ന് മലയാളത്തിൽ പറയും. ചിലപ്പോൾ കാർബോഹൈഡ്രേറ്റ് ആയിരിക്കില്ല, ചിലപ്പോൾ ധാന്യകം തന്നെയായിരിക്കും വരിക ക്വസ്റ്റ്യനിൽ. അപ്പോൾ അത് ഓർത്തിരിക്കുക, കാർബോഹൈഡ്രേറ്റും ധാന്യകവും പേര് സെയിം ആണ് കേട്ടോ. അപ്പം ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം പ്രദാനം ചെയ്യുന്ന പോഷക ഘടകം എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ആണ്. ഓക്കെ, ഇനി നോക്കിക്കേ, ഈ അന്നജം ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനുള്ളൊരു ടെസ്റ്റാണ് ഏത്? നമ്മുടെ അയഡിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഏതിപ്പം അന്നജം, അതായത് നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിൽ അന്നജം അടങ്ങിയിട്ടുണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനുള്ള ടെസ്റ്റാണ് ഏത്? നമ്മുടെ അയഡിൻ ടെസ്റ്റ്. അതിനാവശ്യമായിട്ടുള്ള സാമഗ്രികൾ 2 ടെസ്റ്റ് ട്യൂബ്, പാല്, നേർപ്പിച്ച അയഡിൻ ലൈനി, കഞ്ഞിവെള്ളം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 2 ടെസ്റ്റ് ട്യൂബ് എടുക്കുക, ഒന്നിൽ അല്പം പാലും രണ്ടാമത്തിൽ അല്പം കഞ്ഞിവെള്ളവും എടുക്കുക. ഓരോന്നിലും 2-3 തുള്ളി അയഡിൻ ലൈനി ചേർക്കും. അയഡിൻ ലൈനി ചേർത്തപ്പോൾ 2 ടെസ്റ്റ് ട്യൂബിലുള്ള ദ്രാവകത്തിൻ്റെ നിറത്തിൽ വരുന്ന മാറ്റം, അതായത് ഒരു കടും നീല നിറം വരുമെന്നാണ് പറയുന്നത് നമ്മുടെ അയഡിൻ ടെസ്റ്റ് കഴിയുമ്പോഴത്തേനും. ഓക്കെ, അതിൻ്റെ ഇവിടെ കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. ഈ അയഡിൻ ലൈനി ചേർത്തപ്പോഴുള്ള നിറമാറ്റം ഒന്നും നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല. അത് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിൽ സാധാരണ പിള്ളേർക്കുള്ളൊരു പ്രവർത്തനമായിട്ട് വന്നിട്ടുള്ളൂ. അപ്പം ഞാനിതിൻ്റെ പഴയ ടെക്സ്റ്റിൻ്റെ PDF കൂടെ എടുത്തിട്ടുണ്ട്. നമുക്ക് അതിലെ കാർബോഹൈഡ്രേറ്റും കൂടെ നോക്കാം കേട്ടോ. ഇവിടെ നോക്കിക്കേ, ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരു മിനിറ്റ്, ഞാൻ സൂം ചെയ്ത് കാണിക്കാമേ.
ഓക്കെ, നോക്കിക്കേ. ധാന്യകം കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൊണ്ടാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങളവിടെ പറഞ്ഞില്ല, പക്ഷേ ഇതാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൊണ്ടാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്. ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് ഇതിൻ്റെ മുഖ്യധർമ്മം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജം നൽകുന്നത് എന്താണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. അതായത് ധാന്യമാണ് നമ്മുടെ ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജം നൽകുന്നത്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവ ധാന്യങ്ങളുടെ വിവിധ രൂപങ്ങളാണ്. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ അന്നജ രൂപത്തിൽ ധാന്യകം ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ കാർബോഹൈഡ്രേറ്റിൻ്റെ പലതരത്തിലുള്ള രൂപങ്ങളാണ് ഏതൊക്കെ? അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്. ഇതെല്ലാം നമ്മളിപ്പോൾ കണ്ടായിരുന്നു. പിന്നെ അന്നജമുള്ളത് ഇതിലൊക്കെയാണ് ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിലാണ് നമ്മുടെ അന്നജം കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഈ അന്നജം ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനുള്ള ടെസ്റ്റാണ് ഏത്? നമ്മുടെ അയഡിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. കേട്ടോ, അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ കടും നീല നിറം ഉണ്ടാകുന്നു. അപ്പോൾ അയഡിൻ ടെസ്റ്റിൽ നമ്മുടെ അന്നജം അയഡിൻ ലായനിയായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്ത് നിറമാണ് ഉണ്ടാകുന്നത്? കടും നീല നിറമാണ് ഉണ്ടാകുന്നത്. ഈ നിറത്തിൻ്റെ കാര്യം ചോദിച്ചിട്ടില്ല, പക്ഷേ അന്നജം കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് അതേതാണ്? നമ്മുടെ അയഡിൻ ടെസ്റ്റാണ്. അത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് എന്ന് എഴുതുക. എന്താണ്? ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജം ലഭിക്കുന്നതിനുള്ള പോഷക ഘടകമാണ് ഏത്? നമ്മുടെ കാർബോഹൈഡ്രേറ്റ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൊണ്ടാണ് നമ്മുടെ ഈ കാർബോഹൈഡ്രേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. കാർബോഹൈഡ്രേറ്റിൻ്റെ അല്ലെങ്കിൽ ധാന്യങ്ങളുടെ വിവിധ രൂപങ്ങളാണ് ഏതൊക്കെ? അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്. ഇനി അന്നജം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതിലാണ്? നമ്മുടെ ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിലാണ് അന്നജം കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇനി അന്നജം ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനുള്ള ടെസ്റ്റാണ് ഏത്? നമ്മുടെ അയഡിൻ ടെസ്റ്റ്. അപ്പോൾ അന്നജൻ അയഡിൻ ലായനിയുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന നിറമാണ് നമ്മുടെ കടും നീല നിറം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി നോക്കിക്കേ, ചെറുധാന്യങ്ങൾ, മില്ലറ്റ്സ്. നമ്മൾ ഓരോ വർഷവും ഓരോ ഇൻ്റർനാഷണൽ ഇയർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കാറില്ലേ? അതിൻ്റെ മണ്ണ് വർഷം അല്ലെങ്കിൽ ഓരോ വർഷങ്ങൾ ഓരോ ഇൻ്റർനാഷണൽ ഇയർ ആയിട്ട് പറയാറില്ലേ? ഈ മില്ലറ്റ് ഇയർ എന്നായിരുന്നു ഓർമ്മയുണ്ടോ? കഴിഞ്ഞു പോയി. മില്ലറ്റ് ഇയർ എന്നായിരുന്നു, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇയർ നമ്മൾ ആഘോഷിച്ചായിരുന്നു. അതെന്നാന്ന് ഓർമ്മയുണ്ടോ? എന്നാണെങ്കിൽ സ്കൂളിലൊക്കെ എപ്പോഴും നമ്മൾ ഈ ശാസ്ത്രമേളയ്ക്ക് പോകുമ്പോൾ മില്ലറ്റ്സിൻ്റെ കുറേ കാര്യങ്ങൾ, ചാർട്ട്, അതുകൊണ്ടുണ്ടാക്കിയ ഫുഡുകൾ, ഇതെല്ലാം ആയിരുന്നു. നമ്മുടെ ചോളവ്, പിന്നെ തിന, അതെല്ലാം, റാഗി പുട്ട്, നൂഡിൽസ് ഒക്കെ ഭയങ്കര ഇതായിരുന്നു. ഓർമ്മയുണ്ടോ മില്ലറ്റ് ഇയർ ഏതാന്ന്? ഏത് വർഷമായിരുന്നു മില്ലറ്റ് ഇയർ എന്ന് ഓർമ്മയുണ്ടോ? 2023 കേട്ടോ. ഓക്കെ, 2023 2023 നമ്മുടെ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതും നമ്മുടെ കേട്ടിട്ട് പൊതുവെ ചോദിക്കാറുള്ളതാണ് ഈ ഇയേഴ്സ് ഉള്ളത്. ഞാനത് ഈ ക്ലാസ് കഴിയുമ്പോൾ അത് ഇട്ട് തരാവേ. ഒരു 2020 തൊട്ട് അല്ലെങ്കിൽ 2018 തൊട്ടുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം എല്ലാവരും കേട്ടോ. അതിൻ്റെ താഴോട്ടുള്ളത് നോക്കിയില്ലെങ്കിലും 2018 തൊട്ടുള്ളത്. പിന്നെ ഈ മണ്ണ് വർഷം അങ്ങനെ കുറച്ച് പ്രധാനപ്പെട്ടുണ്ട്. അത് 2015 തോന്നുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ഓർത്തിരിക്കണം. പിന്നെ 2024 ആയിരുന്നെങ്കിലോ, കഴിഞ്ഞ വർഷമായിരുന്നെങ്കിലോ, അത് നമ്മുടെ ഒട്ടകവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ക്യാമൽ എന്നും പറഞ്ഞുകൊണ്ട് 2024 നമ്മുടെ ഒട്ടകവുമായിട്ട് ബന്ധപ്പെട്ട്, ഞാൻ അവസാനം ഗ്രൂപ്പിലിട്ട് തരാം കേട്ടോ. ഞാനത് ഗ്രൂപ്പിലിട്ട് തരാം, എല്ലാം കൂടെ ഇവിടെ എഴുതുന്നില്ല. നമ്മുടെ ഒട്ടകവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു കഴിഞ്ഞ വർഷത്തേത്, 2024 23 മില്ലറ്റും 24 ക്യാമലും, അതായത് ഒട്ടകവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. പിന്നെ ഈ വർഷമാണെങ്കിലോ അത് നമ്മുടെ ക്വാണ്ടം സയൻസ്, ടെക്നോളജി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സയൻസുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു വർഷമാണ് നമ്മുടെ ഈ 2025. അപ്പോൾ ഈ 2018 തൊട്ടുള്ള ഇൻ്റർനാഷണൽ ഇയേഴ്സ് ഞാൻ ഗ്രൂപ്പിലിട്ട് തരാവേ. അത് പഠിക്കണം കേട്ടോ. അതിലേതെങ്കിലും ഒരെണ്ണം ചോദിക്കും, അപ്പോൾ അത് പഠിക്കണേ. അപ്പോൾ ഈ മില്ലറ്റ്സ്, ചെറുധാന്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വർഷമാണ് ഏത്? നമ്മുടെ 2023. ഓക്കെ, നോക്കിക്കേ. പുല്ലുവർഗത്തിൽപ്പെട്ട വിളകളാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ. അരി, ഗോതമ്പ് എന്നിവയെ അപേക്ഷിച്ച് വളരെ ഉയർന്ന തോതിലുള്ള പ്രോട്ടീൻ, വിറ്റാമിൻ, ധാതു ലവണങ്ങൾ എന്നിവ ഇവയിലുണ്ട്. നാരുകളാൽ സമ്പന്നമായ ചെറുധാന്യങ്ങൾ ദഹന പ്രക്രിയയിൽ പ്രധാന പങ്കുവഹിക്കുന്നു. മുൻകാലങ്ങളിൽ
പക്ഷികൾക്കും മൃഗങ്ങൾക്കുമുള്ള ഭക്ഷണമായിട്ടാണ് ഇവ ഉപയോഗിച്ചു വന്നിരുന്നത്. ഇവയുടെ പോഷകമൂല്യം മനസ്സിലാക്കിയതോടുകൂടിയാണ് മനുഷ്യരും ആഹാരമായി ഉപയോഗിച്ചു തുടങ്ങിയത്. റാഗി, ബജ്ര, തിന, ചോളം, ചാമ തുടങ്ങിയവ ഈ വിഭാഗത്തിൽ പെടുന്നു. ചാമക്കഞ്ഞിയൊക്കെ ഉണ്ട്. റാഗിപ്പുട്ട്, ചാമക്കഞ്ഞി ഞങ്ങളുടെ പാലായിലൊക്കെ കിട്ടുമായിരുന്നു. മറ്റേ PSWസിൻ്റെ അല്ല MSW അവരുടെ ഇതിൻ്റെ അകത്ത് ഒരു ഇതായിട്ട് തന്നെ ഉണ്ടായിരുന്നു, ഈ മില്ലറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട്. ഞങ്ങളുടെ സ്കൂളിലൊക്കെ ആയിരുന്ന സമയത്ത് ഞങ്ങൾക്ക് സിസ്റ്റർമാർ ഉണ്ടാക്കി തരും. അവർക്ക് എളുപ്പമായിരുന്നു. ഈ രാത്രിയിലൊക്കെ പോഷകഘടകങ്ങൾ ഉള്ളതാണെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് സ്കൂളിലായിരുന്നു ഉച്ചയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് നൂഡിൽസും റാഗിപ്പുട്ടും ഒക്കെ. പക്ഷെ നല്ലതാട്ടോ, വലിയ നമുക്കങ്ങനെ അത്ര ഇഷ്ടപ്പെടത്തില്ലേലും നമ്മുടെ ഒരു ദിവസം കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്. റാഗിപ്പുട്ടും നിങ്ങളൊന്ന് മേടിച്ച് നോക്കട്ടോ, ഉണ്ടാക്കി നോക്കിയാൽ മതി. നൂഡിൽസും ഇതെല്ലാം പിള്ളേർക്കൊക്കെ കൊടുക്കാൻ നല്ല, ആരോഗ്യത്തിന് നല്ല സംഭവം, മില്ലറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പോൾ പുല്ലുവർഗത്തിൽപ്പെട്ട വിളകളാണ് നമ്മുടെ ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ. അരി, ഗോതമ്പ് എന്നിവയെ അപേക്ഷിച്ച് വളരെ ഉയർന്ന തോതിലുള്ള പ്രോട്ടീൻ, വിറ്റാമിൻ, ധാതു ലവണങ്ങൾ എന്നിവ ഇവയിലുണ്ട്. നാരുകളാൽ സമ്പന്നമായ ചെറുധാന്യങ്ങൾ ദഹന പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. മുൻകാലങ്ങളിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കുള്ള ഭക്ഷണമായിട്ടാണ് ഇവയെ ഉപയോഗിച്ച് വന്നിരുന്നത്. ഇവയുടെ പോഷകമൂല്യം മനസ്സിലാക്കിയതോടുകൂടി മനുഷ്യർ ഇതാഹാരമായിട്ട് ഉപയോഗിച്ചു. റാഗി, ബജ്ര, തിന, ചോളം, ചാമ തുടങ്ങിയവ ഈ വിഭാഗത്തിൽ പെടുന്നു. ഈ മില്ലറ്റ് എന്നുള്ള ടോപ്പിക്ക് നമ്മുടെ ഈ പുതിയ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് കേട്ടോ. പഴയതിൻ്റെ അകത്ത് മില്ലറ്റ്സ് എന്നുള്ള ആ ഒരു ടോപ്പിക്ക് കൊടുത്തിട്ടില്ല. ഇവിടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് മാറി വന്നപ്പോഴാണ് ഈ മില്ലറ്റ് വന്നത്. അപ്പോൾ അതിൻ്റെ വർഷവും കൂടെ ഓർത്തിരിക്കുക, 2023 മില്ലറ്റ് ഇയർ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റ് മാത്രം ഉൾപ്പെടുത്തിയാൽ മതിയോ? പോരാ അല്ലേ, കാർബോഹൈഡ്രേറ്റ് മാത്രം പോരാ. നമ്മൾ പറഞ്ഞു പ്രോട്ടീൻ ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, ഫാറ്റ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ ആളാണ് നമ്മുടെ ആര്? പ്രോട്ടീൻ. അതായത് നമ്മൾ പ്രോട്ടീൻ പറയുന്നതാണ് മാംസ്യം. മറ്റേ പഴയ ടെക്സ്റ്റുവലിൻ്റെ കറക്റ്റ് മലയാളം ഒക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രോട്ടീൻ എന്നാണ് നമ്മൾ മാംസ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആദ്യത്തെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. അതായത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം തരുന്ന ആളാണ് ആര്? നമ്മുടെ കാർബോഹൈഡ്രേറ്റ്. ഇനി രണ്ടാമത്തെ ആളാണ് നമ്മുടെ പ്രോട്ടീൻ. ഒന്നും ചെയ്യാൻ മോൻ ഉഷാറില്ല, എപ്പോഴും നല്ല ക്ഷീണമാണെന്ന് പറയുന്നു ഡോക്ടർ. കുട്ടിക്ക് വളർച്ചക്കുറവുണ്ട്. മുട്ട, ചെറുപയർ, നിലക്കടല, മത്സ്യം, പാല് തുടങ്ങിയ ആഹാരങ്ങൾ ധാരാളമായിട്ട് നൽകണമെന്ന്. അതായത് അവന് ഒട്ടും ഉഷാറില്ല, അവന് ചെയ്യാൻ മടിയെന്നല്ല, അവന് ഭയങ്കര എപ്പോഴും ക്ഷീണവും തളർച്ചയൊക്കെ പോലെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെറിയൊരു വളർച്ചക്കുറവുണ്ട്, അവന് ഈ മുട്ട, ചെറുപയർ, നിലക്കടല, മത്സ്യം, പാല് തുടങ്ങിയ ആഹാരങ്ങളൊക്കെ ധാരാളമായിട്ട് നൽകണമെന്ന് പറഞ്ഞു. ഇനി നോക്കിക്കേ, എന്താണ് പ്രോട്ടീൻ, അല്ലെങ്കിൽ പ്രോട്ടീൻ എങ്ങനെ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ, അതായത് മാംസ്യം. ഈ സെൻറ്റൻസ് അതേപടി എഴുതി പഠിക്കണം കേട്ടോ. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ പ്രധാന പോഷക ഘടകം. മറ്റതാണെങ്കിൽ ശരീരത്തിന് ആവശ്യമായ അല്ലെങ്കിൽ ശരീര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജം ലഭിക്കുന്നതാണ് ഏത്? കാർബോഹൈഡ്രേറ്റ്. ഇനി ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ള പ്രധാന പോഷക ഘടകമാണ് ഏത്? നമ്മുടെ പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം. പേശികൾ, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. കൂടാതെ ഇവ ഊർജവും പ്രദാനം ചെയ്യുന്നു. പ്രോട്ടീൻ്റെ കുറവ് മൂലം ക്വാഷിയോർക്കർ, മരാസ്മസ് എന്നീ രോഗങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന 2 രോഗങ്ങളാണ് ക്വാഷിയോർക്കർ, മരാസ്മസ്. ഇതുണ്ട്, ക്വാഷിയോർക്കർ ബാധിച്ച കുട്ടിയുടെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. മൊത്തം എല്ലും തോലുമായിട്ട് വയറെല്ലാം വീർത്ത് ഇങ്ങനെ കണ്ടോ, തലയൊക്കെ ഇരിക്കുന്നുണ്ടോ. അപ്പം അത് പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ട്. അതായത് ഈ നമ്മുടെ പാല്, മുട്ട, മീൻ, ഈ ചെറുപയർ ഇതൊന്നും കഴിക്കാതെ വളരുന്ന പിള്ളേർ, അങ്ങനെ അവർക്കുണ്ടാകുന്ന ഒരു അസുഖമാണ് അത്, മരാസ്മസും അതുപോലെ തന്നെ ക്വാഷിയോർക്കറും. അപ്പോൾ പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന 2 അസുഖങ്ങൾ, അത് പഠിക്കണം. അതിൻ്റെ പേര് ക്വാഷിയോർക്കറും മരാസ്മസും. ഓക്കെ, അപ്പോൾ പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം എന്തിനാണ് സഹായിക്കുന്നത്? ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ള ഒരു പ്രധാന പോഷക ഘടകമാണ് ഏത്? നമ്മുടെ പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം. പിന്നെന്താ, പേശികൾ, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിനും പ്രോട്ടീൻ ആവശ്യമാണ്. അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഏത്? നമ്മുടെ ക്വാഷിയോർക്കറും മരാസ്മസും. ക്വാഷിയോർക്കർ, മരാസ്മസും പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന
രോഗങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമുക്ക് നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കും കൂടെ ഒന്ന് നോക്കിയേക്കാം. അതിൻ്റെ നമ്മുടെ പ്രോട്ടീൻ എന്നും ഇതുകൊണ്ട് ആ ക്വാഷിയോർക്കർ ഉള്ള കൊച്ചിൻ്റെ ഫോട്ടോ തന്നിരിക്കും. നമ്മുടെ സാധാരണ ഒരു കൊച്ചിൻ്റെയും അതുപോലെ തന്നെ ക്വാഷിയോർക്കർ വന്ന കൊച്ചിൻ്റെയും കണ്ടോ വ്യത്യാസം കണ്ടോ? പ്രോട്ടീൻ്റെ അഭാവം മൂലം ഇങ്ങനെ ആയി പോകുന്നതാണ്. അപ്പോൾ നോക്കിക്കേ, ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ് ആര്? പ്രോട്ടീൻ. ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. ധാന്യങ്ങളുടെ അഭാവത്തിൽ ഊർജോൽപാദനത്തിനും പ്രോട്ടീൻ പ്രയോജനപ്പെടുന്നു. അതായത് കാർബോഹൈഡ്രേറ്റിൻ്റെ അഭാവത്തിൽ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഇല്ല എങ്കിൽ ഊർജോൽപാദനത്തിന് ആര് സഹായിക്കുന്നു? നമ്മുടെ പ്രോട്ടീൻ പ്രയോജനപ്പെടുന്നുണ്ട്. ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവയാണ് പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു ഹൈഡ്രജനും കാർബണും ഓക്സിജനും ചേർന്നായിരുന്നു നമ്മുടെ ധാന്യം അല്ലേ, കാർബോഹൈഡ്രേറ്റ്. അതായത് കാർബണ്, ഓക്സിജന്, ഹൈഡ്രജന് ഇത് മൂന്നും അടങ്ങിയതായിരുന്നു കാർബോഹൈഡ്രേറ്റ്. അതിൻ്റെ കൂടെ നൈട്രജനും സൾഫറും കൂടെ അടങ്ങിയതാണ് ഏത്? നമ്മുടെ പ്രോട്ടീൻ. അപ്പോൾ പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്നതാണ് എത്ര പേര്? 5 പേരുണ്ട്. ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ. ഈ 5 പേരും കൂടെ അടങ്ങിയതാണ് ആര്? നമ്മുടെ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിൽ പ്രോട്ടീൻ ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കണം. നമ്മൾ പറയാം പിള്ളേർക്കാണെങ്കിൽ നമ്മൾ എന്താ പാല് കൊടുക്കുന്ന അല്ലെങ്കിൽ മുട്ട ഒരു ദിവസം ഒരു മുട്ട എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കാറില്ലേ? അത് നമ്മുടെ പ്രോട്ടീൻ ശരീരത്തിന് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അതായത് ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിലാണ് നമ്മൾ പ്രോട്ടീൻ ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിൽ ലഭിക്കേണ്ടത്. അങ്ങനെയാണ് ലഭിക്കേണ്ടത്. അല്ലെങ്കിൽ ഇങ്ങനെ പ്രോട്ടീൻ്റെ അളവ് കുറഞ്ഞു പോയാൽ അത് ക്വാഷിയോർക്കർ അല്ലെങ്കിൽ മരാസ്മസ് പോലെയുള്ള അസുഖങ്ങൾ വരും. അപ്പോൾ ഞാൻ ഈ 2 ടെക്സ്റ്റും കൂടെ എടുത്തതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുതിയ ടെക്സ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ പുതിയതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയ ടെക്സ്റ്റിലെ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്താതെ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 ടെക്സ്റ്റും കൂടെ എടുത്തത് കേട്ടോ. കാരണം ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പോഷക ഘടകങ്ങളും പിന്നെ അവയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാനത് രണ്ടും നിങ്ങൾക്ക് കിട്ടാതെ പോകണ്ടല്ലോ എന്ന് ഓർത്താണ് 2ഉം കൂടെ ഒരുമിച്ച് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോട്ടീൻ്റെ കാര്യങ്ങൾ. അപ്പോൾ പ്രോട്ടീൻ്റെ പ്രധാനപ്പെട്ട ഇതെന്താണ്? ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ് ഏത്? നമ്മുടെ പ്രോട്ടീൻ. പിന്നെ ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ അഭാവത്തിൽ ഊർജോൽപാദനത്തിന് പ്രയോജനപ്പെടുന്നുണ്ട് ഈ പ്രോട്ടീൻ. പിന്നെ പ്രോട്ടീൻ്റെ അകത്തുള്ളതാണ് ഏത്? നമ്മുടെ ഹൈഡ്രജന്, ഓക്സിജന്, കാർബണ്, നൈട്രജന്, സൾഫർ. ഇതെല്ലാം നമ്മുടെ പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്നു. പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന 2 രോഗങ്ങളാണ്, ഒന്ന് ക്വാഷിയോർക്കറും രണ്ടാമത്തേതും മരാസ്മസും. അപ്പോൾ നോക്കിക്കേ, ക്വാഷിയോർക്കറിൻ്റെ പടം നമ്മൾ മുമ്പേ കണ്ടായിരുന്നു. പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് ക്വാഷിയോർക്കർ. ഇത് ബാധിച്ചവരുടെ ശരീരം ശോഷിച്ചും വയർ വീർത്തും വരിക. കണ്ടോ, നമ്മുടെ ബോഡി മൊത്തം ഏകദേശം ഒരു സ്കെൽട്ടൻ്റെ രൂപത്തിലായിട്ടുണ്ട്, പക്ഷെ വയർ മാത്രം ഭയങ്കരമായിട്ട് വീർത്തായിരിക്കുന്നത്. അപ്പോൾ അത് ക്വാഷിയോർക്കർ എന്നുള്ള അസുഖമാണ്. അപ്പോൾ ക്വാഷിയോർക്കർ എന്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ്? പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് നമ്മുടെ ക്വാഷിയോർക്കർ എന്ന് പറയുന്നത്. ഇനി ഇതിപ്പോൾ കുറേ ഭക്ഷ്യവസ്തുക്കളും അതിലുള്ള പ്രോട്ടീൻ്റെ അളവുകളൊക്കെ വന്നിരിക്കുന്നത്, അത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ 2 പോഷക ഘടകങ്ങൾ കണ്ടു. ഏതൊക്കെയായിരുന്നു? നമ്മുടെ കാർബോഹൈഡ്രേറ്റും മാംസ്യവും, അതായത് നമ്മുടെ പ്രോട്ടീനും കണ്ടു. നോക്കിക്കേ, പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ നമ്മൾ കണ്ടു. പ്രോട്ടീൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയായിരുന്നു? ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കുമാണ് പ്രോട്ടീൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. പിന്നെ നമ്മുടെ പേശികൾ, തലമുടി, ത്വക്ക് ഇതിൻ്റെ ആരോഗ്യത്തിനും എന്ത് സഹായിക്കുന്നുണ്ട്? പ്രോട്ടീൻ സഹായിക്കുന്നുണ്ട്. ഇനി ഇവിടെ നോക്കിയാൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളാണ് നമ്മുടെ ചെറുപയർ, പനീർ, പിന്നെ കശുവണ്ടി, നമ്മുടെ പീനട്ട്, മാംസം, മത്സ്യം, മുട്ട, പാല്. ഇതെല്ലാം എന്തടങ്ങിയതാണ്? നമ്മുടെ പ്രോട്ടീൻ അടങ്ങിയതാണ് ഇതെല്ലാം. അപ്പോൾ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നോക്കുക. അതെല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ്. ഓക്കെ, ഇനി അടുത്ത ആളാണ് നമ്മുടെ 3ാമത്തെ ആളാണ് ആര്? കൊഴുപ്പ്. നമ്മൾ 1ാമത്തെ കാർബോഹൈഡ്രേറ്റിനെ കണ്ടു, പ്രോട്ടീനെ കണ്ടു, 3ാമത്തെ ആളാണ് കൊഴുപ്പ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എന്നിവ പോലെ കൊഴുപ്പും നമുക്ക് ആവശ്യമാണ്. നിങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും കിട്ടിയായിരുന്നോ പോയിന്റ്സ്? അതിൻ്റെ രോഗങ്ങളും ഇതെല്ലാം അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നു, അതെല്ലാം കിട്ടിയായിരുന്നോ? ഒന്നുകൂടെ പറയണോ?
ഹലോ, അതൊക്കെയാണോ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എല്ലാം? ആ ഓക്കെ. ഇനി നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പറയണം കേട്ടോ, സ്പീഡ് കൂടുതലാണെങ്കിലും പറയണേ. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ആളാണ് നമ്മുടെ കൊഴുപ്പ്, അതായത് ഫാറ്റ്. ഒരേ അളവിൽ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എടുത്താൽ ഏറ്റവും കൂടുതൽ ഊർജ്ജം ലഭിക്കുന്ന ഇതിൽ നിന്നാണ്, നമ്മുടെ കൊഴുപ്പിൽ നിന്നാണ്. നാം കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ കൊഴുപ്പുണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്താം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവർത്തനമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു വെള്ള പേപ്പർ എടുത്ത് അതിൽ ഒരു തുള്ളി എണ്ണ ഒഴിക്കൂ, പേപ്പർ നിരീക്ഷിക്കൂ. ഇതുപോലെ ഒരു പേപ്പറിൽ നെയ്യ് ഒഴിച്ചു നോക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഒരുമാതിരി പേപ്പറിൽ നമ്മൾ എണ്ണ ഒഴിച്ചു നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് മൊത്തത്തിൽ സ്പ്രെഡ് ആവുകയും ചെയ്യും അല്ലേ? നമ്മൾ കണ്ടിട്ടുള്ളതാണ്, എണ്ണ ഒഴിക്കുന്ന നെയ്യ് ഒഴിച്ച് നമ്മൾ ചെയ്ത് നോക്കാറുള്ളതാണ്. അല്ലെങ്കിൽ എണ്ണ ചുമ്മാ ജസ്റ്റ് നമ്മുടെ കൈ തട്ടിയാണെങ്കിലും പേപ്പറിലോട്ടൊക്കെ ഒരു തുള്ളിയൊക്കെ വീഴുമ്പോൾ അത് മൊത്തത്തിൽ ഒരു കുഴഞ്ഞിങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ആഹാര വസ്തുക്കളെ നിരീക്ഷണ ഫലമൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വലിയ ആവശ്യമുള്ള കാര്യമല്ല. ഓക്കെ, മറ്റ് വസ്തുക്കളുടെ, അതായത് നിങ്ങൾക്കറിയാവുന്ന കൊഴുപ്പടങ്ങിയ മറ്റ് വസ്തുക്കളുടെ പേരൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തയ്യാറാക്കിയ ലിസ്റ്റിൽ എണ്ണ, നെയ്യ്, മാംസം, മുട്ട, തേങ്ങ, എള്ള്, കടുക്, നിലക്കടല, പാൽ, വെണ്ണ തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ. സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും നമുക്ക് കൊഴുപ്പ് ലഭിക്കാറുണ്ട്. അതായത് നോക്കിക്കേ, അതായത് എണ്ണ, നെയ്യ്, പിന്നെ മാംസം, മുട്ട, തേങ്ങ, എള്ള്, കടുക്, നിലക്കടല, പാല്, വെണ്ണ, ഇതെല്ലാം ഏതിൻ്റെ അകത്ത് വരുന്നതാണ്? നമ്മൾ കൊഴുപ്പടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ആ ഒരു ലിസ്റ്റിൻ്റെ അകത്ത് വരുന്നതാണ്. അതുപോലെ തന്നെ സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും നമുക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? കൊഴുപ്പ് ലഭിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ സൺഫ്ലവർ ഓയിലും നമ്മുടെ സാധാരണ വെളിച്ചെണ്ണയും നെയ്യും ബട്ടറും ഇതിൻ്റെ എല്ലാം ഫോട്ടോ വന്നിട്ടുണ്ട്. ഇതെല്ലാം എന്തിലുള്ളതാണ്? കൊഴുപ്പടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ നോക്കി, നമ്മുടെ പഴയ ടെക്സ്റ്റിനകത്ത് കൊഴുപ്പിനെ കുറിച്ച് പറയുന്നത് ഇത് കണ്ടോ, നമ്മുടെ നെയ്യും കുറച്ച് സാധനങ്ങളൊക്കെ സൺഫ്ലവർ ഓയിലും വെളിച്ചെണ്ണ എല്ലാം തന്നിട്ടുണ്ട്. നാം നിത്യവും ഉപയോഗിക്കുന്ന ചില ഭക്ഷ്യവസ്തുക്കളാണ് തന്നിരിക്കുന്നത്. ഇവയോ ഒന്നും നാം നേരിട്ട് കഴിക്കുന്നില്ല. നമ്മൾ ഓരോ ഭക്ഷണം, അതായത് വെളിച്ചെണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചാണ് നമ്മൾ ഓരോ ഭക്ഷണങ്ങൾ തയ്യാറാക്കിയിട്ടാണ് നമ്മളതെല്ലാം കഴിക്കുന്നത്. വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള കുറേ സാധനങ്ങൾ. നോക്കിക്കേ, നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിൽ ആവശ്യമായ ആഹാര ഘടകങ്ങളിൽ ഒന്നാണ് ഏത്? കൊഴുപ്പെന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞ അളവിൽ ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഏത്? കൊഴുപ്പെന്ന് പറയുന്നത്. മാംസം, മത്സ്യം, പാൽ ഉൽപ്പന്നങ്ങൾ, മുട്ട, വിവിധ തരം പരിപ്പുകൾ തുടങ്ങിയവയിൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു. വിവിധ തരം എണ്ണകൾ, നെയ്യ് തുടങ്ങിയവ പല ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും വേർതിരിച്ചെടുത്ത കൊഴുപ്പുകളാണ്. കാർബോഹൈഡ്രേറ്റിനെ പോലെ കൊഴുപ്പും ഊർജം പ്രദാനം ചെയ്യുന്ന ആഹാര ഘടകമാണ്. ചില വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കൂ. അത് നമുക്ക് വിറ്റാമിൻസിൻ്റെ കാര്യം പറയുമ്പോൾ പറയാം. അതായത് വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസും ഉണ്ട്, കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസും ഉണ്ട്. ഈ വൈറ്റമിനുകൾ ലഭിക്കണമെങ്കിൽ ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിൽ മതി കൊഴുപ്പ്. ഏറ്റവും കൂടുതൽ കൊഴുപ്പൊന്നും വേണ്ട. ഫാറ്റ്സ് നമുക്ക് അധികം അപകടമാണ്. അപ്പോൾ കുറച്ച് മതി. കുറഞ്ഞ അളവിൽ ആവശ്യമായിട്ടുള്ള ഒരു ആഹാര ഘടകമാണ് ഏത്? നമ്മുടെ കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റ് എന്ന് പറയുന്നത്. മാംസം, മത്സ്യം, പാൽ ഉൽപ്പന്നങ്ങൾ, മുട്ട, വിവിധ തരം പരിപ്പുകൾ തുടങ്ങിയവയിൽ എന്തുണ്ട്? നമ്മുടെ കൊഴുപ്പടങ്ങിയിട്ടുണ്ട്. വിവിധ തരം എണ്ണകൾ, നെയ്യ് തുടങ്ങിയവ പല ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും വേർതിരിച്ചെടുത്ത കൊഴുപ്പുകളാണ്. അതുപോലെ നമ്മുടെ കാർബോഹൈഡ്രേറ്റിനെ പോലെ ഇതും എന്ത് തരുന്നുണ്ട്? ഊർജ്ജമൊക്കെ തരുന്നുണ്ട്. പിന്നെ കുറച്ച് വിറ്റാമിൻസ്, അത് നമുക്ക് അതിൻ്റെ ഷോർട്ട് ഫോം അല്ല, നമുക്ക് അതിൻ്റെ ഒരു കോഡുണ്ട്. അടക്കെന്ന് പറഞ്ഞിട്ട് ADEK, അടക്ക്. അതായത് കൊഴുപ്പ് നിന്ന് എന്താണ് കൂടുതൽ നമ്മൾ കൊഴുപ്പ് കഴിച്ചാൽ, അല്ലെങ്കിൽ എപ്പോഴും ചിക്കനും മട്ടനും മാത്രം എന്തും കഴിച്ചാൽ നമുക്ക് എന്ത് പറ്റും? നമ്മൾ അവസാനം മരിച്ചു പോകും. അപ്പോൾ അടക്കൂലോ. അപ്പോൾ അതാണ് ഉദ്ദേശിച്ചത്. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ് വിറ്റാമിൻ A, വൈറ്റമിൻ D, വൈറ്റമിൻ E, വൈറ്റമിൻ K. അതിൻ്റെ ഒറ്റയടിക്ക് പറയുന്നതാണ് അടക്ക്. അപ്പോൾ അത് വൈറ്റമിൻസിൻ്റെ കാര്യം വരുമ്പോൾ പറയാം കേട്ടോ. അപ്പോൾ വെള്ളത്തിൽ ലയിക്കുന്നതുകൊണ്ട് അതുപോലെ തന്നെ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസും ഉണ്ട്. അത് ആ സമയം പറഞ്ഞേക്കാം. ജസ്റ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ കൊഴുപ്പിൻ്റെ കാര്യം ഇത്രയാണ്. നമ്മുടെ ശരീരത്തിന് ചെറിയൊരു അളവിൽ മതി, പക്ഷെ വേണം. നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്, പക്ഷേ ചെറിയ അളവിൽ മതി. മാംസം, മത്സ്യം, പാൽ ഉൽപ്പന്നങ്ങൾ, മുട്ട, വിവിധ തരം പരിപ്പുകൾ, അതുപോലെ തന്നെ നമ്മുടെ എണ്ണകൾ, നെയ്യ്, ഇതെല്ലാം എന്തിൽ ഉൾപ്പെടുന്നതാണ്? നമ്മുടെ കൊഴുപ്പിൽ ഉൾപ്പെടുന്നത്, അതായത് ഫാറ്റ്സിൽ ഉൾപ്പെടുന്നതാണ്.
ഇനി ഈ ഫാറ്റ്സിലല്ല കൊഴുപ്പിൽ മാത്രം ലയിക്കുന്ന വൈറ്റമിൻസും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. ഈ വൈറ്റമിനുകളൊക്കെ ലഭിക്കണമെങ്കിൽ എന്താണ്, ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഏത് വൈറ്റമിൻ എ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ ഒക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ കുറച്ച് കൊഴുപ്പുകളൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടാകണം. അപ്പോൾ അതാണ് അതോടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, ഭക്ഷ്യവസ്തു ഒരു പേപ്പറിൽ ഉരയ്ക്കുക, ഉണങ്ങിയ ശേഷം പേപ്പറിൽ എണ്ണയുടെ പാട് കാണുന്നുണ്ടെങ്കിൽ ആ ഭക്ഷ്യവസ്തുവിൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഇതാണ് നമ്മൾ മുമ്പേ പറഞ്ഞ ആ എണ്ണ കുറച്ചെടുത്ത് പേപ്പറിൽ ഒഴിച്ചു നോക്കാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ കൊഴുപ്പുണ്ടെങ്കിൽ എന്താ, ഉണങ്ങിയ ശേഷം അതിലൊരു പാടായിട്ട് മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്തൊരു പാടായിട്ട് കിടക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ കൊഴുപ്പുണ്ട് എന്ന അർത്ഥം. അതാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഫാറ്റ്സിനെ പറ്റിയുള്ള. അപ്പം നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിൽ ആവശ്യം ആയിട്ടുള്ള ഒരു ഘടകമാണ് ഏത്, നമ്മുടെ കൊഴുപ്പെന്ന് പറയുന്നത്. മത്സ്യം, മാംസ്യം, പാൽ ഉൽപ്പന്നങ്ങൾ, പിന്നെ വിവിധ തരത്തിലുള്ള പരിപ്പുകൾ, എണ്ണ, നെയ്യ്, ഇതെല്ലാം കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. പിന്നെ കൊഴുപ്പിലുള്ള വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ എ, ഡി, ഇ, കെ എന്നുള്ളത്. പിന്നെ നോക്കിക്കേ, കൊഴുപ്പ് കൂടിപ്പോയാൽ കൊഴുപ്പും കൊളസ്ട്രോളും, കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് ഏത്, നമ്മുടെ കൊളസ്ട്രോൾ. എപ്പോഴും കുറേ പേര് അത്യാവശ്യം പ്രായമായവരൊക്കെയാണ് കൂടുതലും കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്നു, കൊളസ്ട്രോൾ കൂടുതലാണ് എന്നൊക്കെ പറയാറുണ്ട്. ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നത് കൂടാതെ ശരീരം സ്വയം കൊളസ്ട്രോൾ നിർമ്മിക്കുന്നുമുണ്ട്. കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ പറ്റിപ്പിടിച്ച് രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. ഇത് ഹൃദ്രോഗങ്ങൾക്ക് കാരണമാവും. അതുകൊണ്ട് കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് ഗുണകരമല്ല. അതായത് വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള സാധനങ്ങൾ എന്നും കഴിച്ചാൽ എന്താണ്, കൊളസ്ട്രോൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കൊഴുപ്പ് കൂടുതലായി കഴിഞ്ഞാൽ ഇതിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ പറ്റിപ്പിടിച്ച് രക്തത്തിൻ്റെ ഒഴുക്കിനെ അത് തടസ്സപ്പെടുത്തുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് ഈ അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദ്രോഗങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് കാരണം അതാണ്. അപ്പോൾ അതുകൊണ്ട് വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള സാധനങ്ങൾ ഇടയ്ക്ക് വല്ലപ്പോഴും കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ എന്നും ആയിപ്പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര പാടാണ്. അപ്പം കൊഴുപ്പ് കൂടുതലായി കഴിഞ്ഞാൽ വരുന്നതാണ് നമ്മുടെ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കൊഴുപ്പുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, അപ്പോൾ നോക്കി ഇവിടെയും കൊളസ്ട്രോളിൻ്റെ കാര്യം പറയുന്നുണ്ട്. കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല എന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന കേട്ടിട്ടില്ലേ? എന്താകാം കാരണം? കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. മിതമായ അളവിൽ കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ്. എന്നാൽ രക്തത്തിൽ കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടുകയും രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇത് ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കൊഴുപ്പുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ഫാറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട. നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിൽ മതി. പിന്നെ മത്സ്യം, മാംസം, പാലുൽപ്പന്നങ്ങൾ ഇതിലെല്ലാം ഉൾപ്പെട്ടതാണ് നമ്മുടെ കൊഴുപ്പ്. പിന്നെ കൊഴുപ്പിൽ മാത്രം ഉള്ള വൈറ്റമിൻസ് ഉണ്ട്, എ, ഡി, ഇ, കെ. പിന്നെ കൊഴുപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമുക്ക് കൊളസ്ട്രോൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഇനി അടുത്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ നാലാമൻ വിറ്റാമിനുകൾ, വൈറ്റമിൻസ്. ഓക്കെ, വിറ്റാമിനുകൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. വിറ്റാമിൻ്റെ കുറവാണ്, മുഖത്ത് പാണ്ടൊക്കെ വരുന്നെന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. വിറ്റാമിൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ചെറിയ അളവിൽ അത്യാവശ്യമുള്ള പോഷക ഘടകങ്ങളാണ് ഏത്, വൈറ്റമിൻസ് പറയുന്നത്. എല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ഉള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഏത്, വൈറ്റമിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, പപ്പ പറയാണ്, ഡോക്ടർ, എൻ്റെ മകൻ പല്ല് തേക്കുമ്പോഴും കട്ടിയുള്ള ആഹാര സാധനങ്ങൾ ചവയ്ക്കുമ്പോഴും മോണയിൽ നിന്ന് രക്തം വരുന്നു, എന്താണ് കാരണം? അപ്പോൾ ഡോക്ടർ പറയുന്നതാണ്, മോണയിലെ രക്തസ്രാവം വിറ്റാമിൻ്റെ കുറവ് മൂലമാകാം. മരുന്നിനൊപ്പം വിറ്റാമിൻ സി ധാരാളം അടങ്ങിയ ഭക്ഷണം കൂടെ കഴിക്കണമെന്ന്. അപ്പോൾ നമ്മുടെ കൊച്ചു ചോദിക്കുകയാണ്, അപ്പോൾ വിറ്റാമിനുകൾ എയും ബിയും ഒക്കെ ഉണ്ടോ ഡോക്ടർ പറഞ്ഞു വിറ്റാമിൻ സി എന്നാണ് പറഞ്ഞത്. അപ്പം അവന് ഡൗട്ട്, നമ്മുടെ ആൽഫബറ്റിൽ സി അല്ലല്ലോ തുടക്കം, എയും ബി ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, വിറ്റാമിന് എയും ബിയും ഒക്കെ ഉണ്ടോയെന്ന്. സി മാത്രമാണോ, എയും ബി, ഇസഡ് വരെയൊക്കെ ഉണ്ടോയെന്നാണ് അവൻ്റെ ഡൗട്ട്. നമ്മുടെ ഈ കൊച്ചു തന്നെ മുമ്പേ അപ്പുറത്തേന്നെ കണ്ടായിരുന്നോ, വളർച്ച കുറവാന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ അവന് വൈറ്റമിനും ഇല്ല, അവനെല്ലാം കുറവാണ്. അതുകൊണ്ട് അവൻ ഇവിടെയും വന്നിരിക്കുന്നത് കണ്ടോ. മുമ്പേ അമ്മയുടെ കൂടെ അവൻ വന്നേ, ഇപ്പോൾ പപ്പയുടെ കൂടെ വന്ന്. അപ്പോൾ വൈറ്റമിൻ എയും ബിയും ഉണ്ടോയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിയുടെ സംശയം നിങ്ങൾക്കും ഉണ്ടോ, നമുക്കും ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് കാണും അല്ലേ. ഈ ബോക്സ് ഒന്നെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക,
അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ പയ്യെ ഇരുന്ന് എഴുതിയാൽ മതി. ഞാൻ പയ്യെ സ്ക്രീൻ മാറ്റുള്ളൂ കേട്ടോ. സ്ക്രീൻഷോട്ട് എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിറ്റാമിനുകളും അതിൻ്റെ പ്രാധാന്യങ്ങളും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ പഠിക്കാനുണ്ട്. അതിൻ്റെ കോഡ് ഞാൻ പറഞ്ഞുതരാം, അപ്പോൾ എളുപ്പമായിരിക്കും പഠിക്കാൻ. പക്ഷേ ഇതിൻ്റെ വൈറ്റമിൻസും അതിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ ഡെഫിഷ്യൻസി രോഗങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വൈറ്റമിൻ എ എന്തിനൊക്കെയാണ്? അതായത് കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിനാണ് എന്ത്? വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ആഹാര സാധനങ്ങൾ. ഇനി വൈറ്റമിൻ ബി ആണെങ്കിലോ തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിനാണ് വൈറ്റമിൻ ബി അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ. ഇനി വിറ്റാമിൻ സി ആണെങ്കിൽ പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. വൈറ്റമിൻ ഡി ആണെങ്കിൽ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. ഇനി വൈറ്റമിൻ ഇ ആണെങ്കിൽ നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന്. ഇനി വൈറ്റമിൻ കെ ആണെങ്കിൽ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നതാണ് ഏത്? നമ്മുടെ വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. അപ്പം വൈറ്റമിൻ എ, ബി, സി, ഡി, ഇ, കെ ഈ 6 എണ്ണത്തിൻ്റെയും പ്രാധാന്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണത് പഠിക്കണം. കാരണം ചിലപ്പോൾ സെൻറ്റൻസ് തന്നിട്ട് തന്നെയാണ് ചോദിക്കാറ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏത്? വൈറ്റമിൻ കെ ആണ്. പിന്നെ ചൂടാക്കുമ്പോൾ അത് മറ്റേ ടെക്സ്റ്റ് ബുക്ക് കാണിച്ചു തരാം കേട്ടോ. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? അത് വൈറ്റമിൻ സി ആണ്. പിന്നെ സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നതാണെങ്കിലോ അത് ഏതാ? നമ്മുടെ വൈറ്റമിൻ ഡി ആണ് അല്ലേ. സൺ, അതായത് നമ്മുടെ ഇളം വെയിലാട്ടോ. നമ്മുടെ രാവിലത്തെ ഒരു 6 മണി 7 മണി 8 മണി 8:30 ഒക്കെ ഒരു സമയത്ത് നമുക്കൊരു ചെറിയ ഇളം വെയിൽ കിട്ടത്തില്ലേ, അത് കൊള്ളുന്നത് നല്ലതെന്ന് പറയുന്നത് വൈറ്റാമിൻ ഡി കിട്ടാൻ വേണ്ടി. മറ്റേ നട്ടുച്ചയ്ക്കുള്ള മറ്റേ വെയിലല്ല കേട്ടോ, അതൊക്കെ പോയി നമ്മൾ കരിഞ്ഞു പോകും. അപ്പോൾ വിറ്റാമിൻ ഡി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ഇളം വെയിൽ പോയി കൊണ്ടാൽ മതി. അപ്പോൾ ഈ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും അതുപോലെ തന്നെ സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് ഏത്? നമ്മുടെ വൈറ്റമിൻ ഡി. അപ്പോൾ ഈ സെൻറ്റൻസ് തന്നിട്ടാണ് കൂടുതലും ചോദിക്കാറുള്ളത്. പിന്നെ ചോദിക്കുന്നത് നമ്മുടെ വെള്ളത്തിൽ ലയിക്കുന്നതും കൊഴുപ്പിൽ ലയിക്കുന്നതും. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. സോ പഠിക്കണം. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് മറ്റേതും കൂടെ നോക്കാവേ. അപ്പോൾ നോക്കിക്കേ, ത്വക്കിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനുകൾ ഏതെല്ലാം? നിങ്ങൾ തന്നെ പറഞ്ഞതിനെ നോക്കിയിട്ട് ത്വക്കിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിനുകൾ 2 എണ്ണം ഉണ്ട്. ഏതൊക്കെയാ ത്വക്കിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിനുകൾ? എ ആണോ, സി ആണോ, ഡി ആണോ, ഇ ആണോ, കെ ആണോ? മിടുക്കി. വൈറ്റമിൻ എയും വൈറ്റമിൻ ബിയും അല്ലേ. വൈറ്റമിൻ എയും വൈറ്റമിൻ ബിയുമാണ് നമ്മുടെ ത്വക്കിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിനുകൾ. അതായത് ത്വക്കിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിനുകൾ. ഇപ്പം നമ്മൾ ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കണമല്ലോ. ഞാനിപ്പോഴാണ് സ്മൈലിയൊക്കെ എവിടെയാണ് തപ്പി കണ്ടുപിടിച്ചേട്ടോ, അതുകൊണ്ടാണ്, സോറി. ഓക്കെ, അപ്പോൾ ത്വക്കിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിനുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമ്മുടെ വൈറ്റമിൻ എയും ബിയും. ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വരാം. അപ്പം നിങ്ങളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ്, ഞാൻ പിന്നെയും പറയുകയാണ്, സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ത്വക്കിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിനുകൾ എന്ന് പറയുന്നത് വിറ്റാമിൻ എയും വിറ്റാമിൻ ബിയും. ഇനി വിറ്റാമിൻ ഡി ആവശ്യത്തിന് ലഭിച്ചില്ലെങ്കിൽ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും? ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തെയാണ് അത് കൂടുതൽ ബാധിക്കുക. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കുറയുകയും ചെയ്യും വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം. ഓക്കെ, അപ്പോൾ ഇത്ര നോക്കിയേ. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തോ എല്ലാവരും. വൈറ്റമിൻസിൻ്റെ പേരും അതിൻ്റെ പ്രാധാന്യവും സ്ക്രീൻഷോട്ട് എടുത്തോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, നമ്മുടെ വിറ്റാമിൻ ഡിയും ബി കോംപ്ലക്സും. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു, സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് വിറ്റാമിൻ ഡി. ചെറിയ അളവിൽ ഭക്ഷണത്തിൽ നിന്നും ഇത് ലഭിക്കുന്നുണ്ട്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഏറ്റവും ആവശ്യമായ ഒരു വിറ്റാമിനാണ് നമ്മുടെ ഏത്? വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾ ദുർബലമായോ മൃദുവായോ മാറുന്ന അവസ്ഥയാണ് ഏത്? കണ എന്ന് പറയുന്ന റിക്കറ്റ്സ്. അതായത് വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അസുഖമാണ് ഏത്? നമ്മുടെ കണ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്നത്. കുട്ടികളിൽ എല്ലുകൾ ദുർബലമായിട്ട് അല്ലെങ്കിൽ മൃദുവായിട്ട് മാറുന്ന ഒരവസ്ഥയാണ് നമ്മുടെ കണ എന്ന് പറയുന്നത്, റിക്കറ്റ്സ്.
വൈറ്റമിൻ ഡി ലഭിക്കുന്നതിനായിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇവിടെ വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത്? കണ. അപ്പോൾ വിറ്റാമിൻ ഡി കൂടുതലായിട്ട് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ സൂര്യപ്രകാശത്തിൽ നിന്ന്. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു കൂട്ടം വിറ്റാമിനുകളാണ് ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. അതായത് ബി കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ B1 ഉണ്ട്, B2 ഉണ്ട്, B3 ഉണ്ട്, B5 ഉണ്ട്, B6 അങ്ങനെ B12 എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വൈറ്റമിൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് അവൻ്റെ ഒരു കൂട്ടമാണ്, ബിയുടെ കൂട്ടുകാരാണ് അത്രയും പേര്. അപ്പോൾ അതാണ് ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. 8 തരം ബി വിറ്റാമിനുകളുടെ കൂട്ടമാണിത്. അതായത് 8 തരത്തിലുള്ള ബി വിറ്റാമിനുകളാണ്. അതും ഞാൻ ഗ്രൂപ്പിലിട്ട് തരാം കേട്ടോ. ഓക്കെ. ആരോഗ്യം നിലനിർത്തുന്നതിൽ വിറ്റാമിൻ ബി കോംപ്ലക്സ് നിർണായക പങ്ക് വഹിക്കുന്നു. കോശത്തിൻ്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീപ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം ബി കോംപ്ലക്സ് ആവശ്യമാണ്. അതായത് വിറ്റാമിൻ ഡി പോലെ തന്നെ വളരെ ആവശ്യമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു കൂട്ടം ഉണ്ട്. അതായത് B1, B2, B3, B5, B6, B7, B9, B12 അങ്ങനെ ഇത്രയും 8 തരത്തിലുള്ള വിറ്റാമിൻ്റെ അതായത് കൂട്ടങ്ങളാണ് നമ്മുടെ വിറ്റാമിൻ ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അത് ഞാൻ ഗ്രൂപ്പിലിട്ട് തരാം കേട്ടോ. ഇത്രയാണ്. 1 2 3 4 5 6 അങ്ങനെ 7 8 അങ്ങനെയില്ല. ഓർഡർ 1 2 3 ഉണ്ട്, പിന്നെ 5 6 7 ഉണ്ട്, പിന്നെ 9 12 ഉണ്ട്. അങ്ങനെയാണ് അതിൻ്റെ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പേരുകൾ കുറച്ച് ടഫാണ് പേരുകൾ പഠിക്കാൻ. പക്ഷേ അത് ഗ്രൂപ്പിലിട്ട് തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ പറ്റുന്നവർ അതിൻ്റെ പേരുകൾ കൂടെ പഠിക്കാം. ഓക്കെ. അപ്പോൾ ഇതാണ് വിറ്റാമിൻ ഡിയും നമ്മുടെ വൈറ്റമിൻ ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് വിറ്റാമിൻ ഡി. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ആവശ്യമായിട്ടുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. വൈറ്റമിൻ ഡിയുടെ കുറവും അല്ലെങ്കിൽ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത്? നമ്മുടെ കണ എന്ന് പറയുന്നത്, റിക്കറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിറ്റാമിനുകളാണ് നമ്മുടെ ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. അത് 8 തരത്തിലുണ്ട്. ഇവിടെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എഴുതി വെച്ചേക്കാം. നിങ്ങൾക്കിപ്പോൾ ചുമ്മാ ഷോർട്ടായിട്ട് ആ കൂടെ തന്നെ എഴുതി പോകുന്നുണ്ടെങ്കിലേ B1, B2, B3, B5, B6, B7, പിന്നെ B9, ഞാൻ തന്നെ 5 എഴുതിപ്പോയല്ലേ. ഓക്കെ. B7, B9, B12 അല്ല തയാമിൻ, റൈബോഫ്ലോവിൻ, നിയാസിൻ, പാൻഡാത്തനിക്, പോളിക് ആസിഡ്, സൈനോകൊബാലുമിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരുകൾ വരുന്നത്. അപ്പോൾ ഞാനത് ഗ്രൂപ്പിലിട്ട് തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു 8 തരത്തിലുള്ള വിറ്റാമിനാണ് നമ്മുടെ ബി കോംപ്ലക്സ് പറയുന്നത് കേട്ടോ. 8 തരത്തിലുണ്ട്. അപ്പോൾ B1, B2, B3, B5, B6, B7, B9, B12 ഇതെല്ലാമാണ് നമ്മുടെ ബി കോംപ്ലക്സുകൾ എന്ന് പറയുന്നത്. അത് കോശത്തിൻ്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീപ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം ബി കോംപ്ലക്സ് ആവശ്യമാണ്. നോക്കിക്കേ, ഇനി വൈറ്റമിൻസ് അതിലടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ. വിറ്റാമിൻ എ ആണെങ്കിൽ മത്സ്യം, ക്യാരറ്റ്. വിറ്റാമിൻ ബി ആണെങ്കിൽ മട്ടേരി, ചീര. വിറ്റാമിൻ സി ആണെങ്കിൽ നെല്ലിക്ക, നാരങ്ങ. ഡി ആണെങ്കിൽ മത്സ്യം, മുട്ട. പിന്നെ ഇ ആണ് നിലക്കടല, ബദാം. പിന്നെ ക്യാബേജ്, കോളിഫ്ലവർ ഒക്കെ കെ. വിറ്റാമിൻ കെ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ. ഓക്കെ. ഇനി വിറ്റാമിൻ, ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. വൈറ്റമിൻ ബി സി എന്നിവ വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ്. അപ്പോൾ വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ ആകെ 2 ഉള്ളൂ. അത് നമ്മുടെ BC ആണ്. നമ്മുടെ AD യും BC ഒക്കെ നമ്മൾ പറയത്തില്ലേ, ബിഫോർ ക്രൈസ്റ്റ്, അന്നോ ഡൊമിനി എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ BC എന്നുള്ളത് വെള്ളത്തിൽ ലയിക്കുന്നതും, കൊഴുപ്പിലാണ് നമ്മൾ പറഞ്ഞിരുന്നല്ലോ മുമ്പേ അടക്ക്. വിറ്റാമിൻ ഈ 4 അടക്കെന്നുള്ളത് എവിടെയാണ്? കൊഴുപ്പിൽ മാത്രമേ ലയിക്കുകയുള്ളൂ. അപ്പോൾ അത് ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്നതാണ് അടക്കം ഓർക്കുക. ADEK അടക്കില്ലേ, അടക്ക്. കൊഴുപ്പ് കൂടിപ്പോയാൽ നമ്മൾ മരിച്ചു പോകും. അപ്പം നമ്മളെ അടക്കും. അപ്പോൾ അത് ഓർത്താൽ മതി, അടക്ക്. ADEK വൈറ്റമിൻ ADEK ആണ് കൊഴുപ്പിൽ ലയിക്കുന്നത്. ബാക്കി അതിൻ്റെ ഇടയ്ക്ക് വന്ന ബിയും സിയും ആണ് ഏത്? നമ്മുടെ വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇത്രയും കിട്ടിയില്ലേ നമുക്കപ്പം? നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കും കൂടെ നോക്കിയേക്കാം. കൊഴുപ്പ് നമ്മൾ കണ്ടു. എന്ത് ജീവകങ്ങൾ. അപ്പോൾ വൈറ്റമിൻസിന് മലയാളത്തിൽ പറയുന്ന പേരാട്ടോ ജീവകങ്ങൾ. നമ്മൾ പറഞ്ഞായിരുന്നു ധാന്യമാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ്, മാംസ്യമാണെങ്കിൽ പ്രോട്ടീൻ, കൊഴുപ്പാണെങ്കിൽ ഫാറ്റ്, വൈറ്റമിൻസ് ആണെങ്കിൽ ഏതാ? ജീവകങ്ങളാണ് നമ്മുടെ വൈറ്റമിൻസ് പറയുന്നത്. ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിൽ ശുപാർശ ചെയ്തിരിക്കുന്ന പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരൻ ദിവസം
295 ഗ്രാം പച്ചക്കറികൾ ഭക്ഷിക്കണമെന്നാണ്. എന്നാൽ ഇന്ത്യയിൽ ശരാശരി 135 ഗ്രാം പച്ചക്കറികൾ മാത്രമേ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ. കേരളത്തിൽ ഒരാൾ ശരാശരി 50 ഗ്രാം പച്ചക്കറികളാണ് ഒരു ദിവസം കഴിക്കുന്നത്. നോക്കി, നമ്മുടെ ഭക്ഷണ രീതിയായിട്ട് ബന്ധപ്പെട്ട ഒരു പഠന റിപ്പോർട്ടാണ് തന്നിരിക്കുന്നത്. ഒരു ദിവസം നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കഴിക്കുന്നുണ്ട് ചോദിച്ചിട്ടുണ്ട്. ശരിയായ ആരോഗ്യത്തിനും സുഗമമായ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ഒഴിച്ചുകൂടാനാവാത്ത ആഹാര ഘടകങ്ങളാണ് വിറ്റാമിനുകളും ധാതു ലവണങ്ങളും. ഇവ കുറഞ്ഞ അളവിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൂ. പഴങ്ങൾ, പച്ചക്കറികൾ, പാൽ, മുട്ട, ഇലക്കറികൾ തുടങ്ങിയവ വിറ്റാമിനുകളുടെയും ധാതു ലവണങ്ങളുടെയും കലവറയാണ്. അതായത് പഴങ്ങൾ, പച്ചക്കറികൾ, പാല്, മുട്ട, ഇലക്കറികൾ ഇതെല്ലാം എന്താണ്? വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ധാതു ലവണങ്ങളും അടങ്ങിയിട്ടുള്ളതാണ്. നോക്കിക്കേ, ഇതാണ് ആ ഒരു ഇതിൻ്റെ ഇത് ഞാനൊന്ന് സൂം കുറച്ച് കാണിക്കാവേ. ഇതാ വൈറ്റമിൻസ് നമ്മുടെ ഇതുണ്ട്, കൊഴുപ്പിൽ ലയിക്കുന്നവ, വെള്ളത്തിലേക്ക്, ഇങ്ങനെയാണ് നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്ക് കിടക്കുന്നത്. അതിന് ഇമ്പോർട്ടൻസും ഉണ്ട്. നമ്മളൊരു ബോക്സ് കണ്ടില്ലായിരുന്നു, അതിലടങ്ങിയിരിക്കുന്ന ഇത് വിറ്റാമിൻ എ അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്നൊരു ബോക്സ് കണ്ടില്ലേ? അപ്പോൾ അതും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഈ പഴയ ടെക്സ്റ്റ് ബുക്കും കൂടെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കൂടെ എടുത്തോ നിങ്ങൾ. ഇത് വളരെ നല്ല രസമാണ് ഇത് പഠിക്കാൻ. കണ്ടോ, കൊഴുപ്പിൽ ലയിക്കുന്നവയാണെങ്കിൽ ഈ മേളിലോട്ടുള്ളതേ ഉള്ളൂ, ADEK. ഇത്രയാണ് നമ്മുടെ കൊഴുപ്പിൽ ലയിക്കുന്നത്. അപ്പോൾ എ ആണെങ്കിൽ വിറ്റാമിൻ എ എന്തിലൊക്കെ ഉണ്ട് കണ്ടോ? ക്യാരറ്റ്, ചീര, പാൽ ഉൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില, ഇതിലെല്ലാം എന്തുണ്ട്? നമ്മുടെ വൈറ്റമിൻ എ ഉണ്ട്. ഇനി വൈറ്റമിൻ എ എന്തിനൊക്കെ ഇമ്പോർട്ടൻസ് തുടങ്ങായത്? കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിനാണ് ഏത് വൈറ്റമിൻ എ സഹായിക്കുന്നത്. കണ്ടോ? അപ്പോൾ അതടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളും അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസും ഈ ഒരു ഫ്ലോ ചാർട്ടിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. ഇത് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പം ഇതാണ്. മറ്റേ 2 ബോക്സായിട്ട് പഠിക്കുന്നതിൽ നല്ലത് ഇങ്ങനെ പഠിക്കുന്നത്. ഇതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടെ എടുക്കണം കേട്ടോ. എടുത്തോ എല്ലാവരും? ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തോ? കിട്ടിയോ? ഓക്കെ, ഇതിനകത്ത് എല്ലാ വൈറ്റമിൻസും വന്നിട്ടുണ്ട്. വൈറ്റമിൻ A, D, E, K-യും B-Cയും വെള്ളത്തിൽ ലയിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൊഴുപ്പിൽ ലയിക്കുന്നവയുടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട്, ഒരു മിനിറ്റ്. ഓക്കെ, ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കൂടെ എടുത്ത് വെക്കണേ. ഓക്കെ, ഇനി ഇതുണ്ടോ? വിറ്റാമിൻ എയുടെ കുറവ് മൂലം എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും? നമ്മുടെ ത്വക്ക് അല്ലെങ്കിൽ തലമുടി, കണ്ണ്, ഇതിൻ്റെ എല്ലാ ആരോഗ്യത്തിനാണ് വൈറ്റമിൻ എ ഉള്ളത്. അപ്പോൾ വൈറ്റമിൻ എയുടെ കുറവുകൊണ്ടാണ് നമുക്ക് കാഴ്ചക്കുറവും അല്ലെങ്കിൽ മുടി പൊഴിയുന്നോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ള ഒരാൾ ഏതെല്ലാം ഇനങ്ങൾ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തണം? നമ്മുടെ മോണയായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു ഇതുണ്ടോ? പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ, ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ്. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിനാണ് വൈറ്റമിൻ സി സഹായിക്കുന്നത്. അപ്പോൾ മോണയ്ക്ക് പ്രശ്നമുള്ളവർ പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയിലയൊക്കെ നമ്മുടെ ഇതിൻ്റെ അത് ഉൾപ്പെടുത്തിയാൽ മതി. ഇനി ഭക്ഷണത്തിൽ കൊഴുപ്പ് തീരെ കുറഞ്ഞു പോയാൽ എന്താണ് പ്രശ്നം? കൊഴുപ്പ് തീരെ കുറഞ്ഞു പോയാലും പ്രശ്നമാണ് അല്ലേ? നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ഇതിൽ കുറച്ചെങ്കിലും കൊഴുപ്പ് വേണം അല്ലേ? അത് നമ്മൾ പറഞ്ഞായിരുന്നു ആ ഒരു കാര്യം. പിന്നെ ഏതെല്ലാം വിറ്റാമിനുകളാണ് വെള്ളത്തിൽ ലയിക്കുന്നത്? B-യും C-യും, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് ഇല്ലാത്തൊരു സാധനം. അടച്ചു വെച്ചില്ലെങ്കിൽ, അതായത് പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ അവയിലെ വിറ്റാമിൻ സി നീരാവിയിൽ ലയിക്കുന്നു. ഇത് നീരാവിയോടൊപ്പം എളുപ്പം പുറത്തു പോകുന്നു. അതിനാൽ അടച്ചു വേവിക്കുന്നതാണ് നല്ലത്. നമ്മൾ ഭക്ഷണം വേവിക്കുമ്പം അടച്ചു വെച്ച് വേവിക്കണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിലുള്ള വൈറ്റമിൻ സി ഇത് പുറത്തേക്ക് പോകും. നമ്മൾ പാകം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ പാകം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ സി ആണ് കേട്ടോ. അപ്പോൾ അത് ഓർത്തിരിക്കണേ. ഇത്രയാണ് ഈ വൈറ്റമിൻസിൻ്റെ ഇതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ. പിന്നെ നമ്മുടെ വൈറ്റമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ, ഇതാണ് നമ്മുടെ പുതിയ ടെക്സ്റ്റിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ ഇത് വളരെ വളരെ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. ഇതിനൊരു കോഡുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതിൻ്റെ കോഡുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാവേ. നമുക്ക് നമ്മുടെ പഴയ ടെക്സ്റ്റ് തന്നെ പോകാം. അപ്പോൾ വൈറ്റമിൻസ് കണ്ടു. നമ്മുടെ ആ ഫ്ലോ ചാർട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. നമ്മുടെ റൗണ്ടിലിരിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ അകത്ത് എല്ലാ വൈറ്റമിനുകളും ഉണ്ട്, അതിൻ്റെ ഇമ്പോർട്ടൻസും ഉണ്ട്, അതുപോലെ തന്നെ അത് അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളും ഉണ്ട്. അപ്പോൾ അത് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. പിന്നെ നമ്മൾ പറയുന്നതാണ് നമ്മുടെ മിനറൽസ്, ഭക്ഷണത്തിലെ ധാതുക്കൾ. നോക്കി, മിനറൽസ് ഇൻ ഫുഡ്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അയൺ ഗുളിക നൽകുക. എല്ലാവരും ഓഡിറ്റോറിയത്തിൽ എത്തേണ്ടതാണ്. ഇപ്പോഴും നമ്മൾ പിള്ളേർക്ക് സ്കൂളിൽ എന്ത് കൊടുക്കാറുണ്ട്? നമ്മുടെ അയൺ ഗുളിക കൊടുക്കാറുണ്ട് അല്ലേ? അയൺ ഒരു ധാതുവാണ്, അതായത് ഒരു മിനറലാണ് നമ്മുടെ അയൺ ഒരു ധാതുവാണ്. ഇത്തരം ചില ധാതുക്കൾ ശരീരത്തിൻ്റെ ശരിയായ വളർച്ചയ്ക്കും
ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. എന്നൊക്കെ പ്രധാനമായിട്ടുള്ള ധാതുക്കളാണ് തന്നിരിക്കുന്നത്. അയേണ്, കാൽസ്യം, അയഡിൻ. അത് അയൺ ലഭിക്കുന്ന ആഹാരം എന്ന് പറയുന്നത് ഇലക്കറികൾ, ശർക്കര, മത്സ്യം, കരൾ. അതിൻ്റെ പ്രാധാന്യം രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇനി കാൽസ്യം ആണെങ്കിൽ മുട്ട, പാല്, ഇലക്കറികൾ, മത്സ്യം. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നതാണ് ഏത് നമ്മുടെ കാൽസ്യം എന്ന് പറയുന്നത്. അയഡിൻ ആണെങ്കിൽ അത് കൂടുതലായിട്ടുള്ളത് എന്തിലാണ്? നമ്മുടെ കടൽ വിഭവങ്ങളിലാണ്. അതായത് സീ ഫുഡ്, അതിൻ്റെതാണ് നമ്മൾ കൂടുതലായിട്ടും അയഡിൻ അടങ്ങിയിരിക്കുന്നത്. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ഏതാണ്? നമ്മുടെ അയഡിനാണ്. അപ്പം ഈ പ്രധാനമായിട്ടുള്ള ധാതുക്കളും അത് അടങ്ങിയിരിക്കുന്ന ആഹാരവും പിന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതും ഈ ടേബിളും പഠിക്കണം കേട്ടോ. നിങ്ങൾക്ക് ടേബിൾ ഇങ്ങനെ എഴുതി വെക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. അപ്പോൾ ഈ ധാതുക്കൾ, അതായത് ശരീരത്തിൻ്റെ ശരിയായ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഏത്? നമ്മുടെ മിനറൽസ് എന്ന് പറയുന്നത്. അത് അയൺ ഉണ്ട്, കാൽസ്യം ഉണ്ട്, അതുപോലെ തന്നെ അയഡിനും ഉണ്ട്. അപ്പോൾ അത് അടങ്ങിയിരിക്കുന്ന ആഹാരങ്ങൾ, അതിൻ്റെ ഇമ്പോർട്ടൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിക്കണം കേട്ടോ. ഓക്കെ, ഇനി നോക്കിക്കേ, എന്താണ് ഹീമോഗ്ലോബിൻ? ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് ഏത്? നമ്മുടെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഇവ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നു. അപ്പോൾ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നതാണ് ആര്? നമ്മുടെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നതും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നതും ഹീമോഗ്ലോബിനാണ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയാണ് ഏത്? നമ്മുടെ അനീമിയ എന്ന് പറയുന്നത്. അതായത് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞാൽ നമുക്കുണ്ടാകുന്നതാണ് ഏത്? അനീമിയ. അപ്പോൾ അനീമിയ എന്ന് പറയുന്നത് എന്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ്? നമ്മുടെ അയൺ, ഇരുമ്പിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് കേട്ടോ അനീമിയ എന്ന് പറയുന്നത്. അതായത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് ആര്? നമ്മുടെ അയൺ അല്ലെങ്കിൽ ഇരുമ്പ്. അപ്പോൾ രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറഞ്ഞു പോയാൽ എന്താണ് അതിനർത്ഥം? ഇരുമ്പ് അല്ലെങ്കിൽ അയണിൻ്റെ കണ്ടൻറ്റ് വളരെ കുറവാണെന്ന് പറയുന്നത്. അപ്പം അയണിൻ്റെ അതിന് അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത്? നമ്മുടെ അനീമിയ എന്നുള്ളത് കേട്ടോ. അത് ഓർത്തിരിക്കണേ. അപ്പോൾ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന ഒരു വർണ്ണവസ്തുവാണ് നമ്മുടെ ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ, അതായത് അയൺ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം. നമ്മൾ മുമ്പേ വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന കണമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ അയണിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന അനീമിയ. അത് ഓർത്താൽ മതിയേ, അയൺ അനീമിയ. ഓക്കെ, അയണിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് നമ്മുടെ അനീമിയ എന്ന് പറയുന്നത്. അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞാൽ നമുക്ക് അനീമിയ എന്നുള്ള അസുഖം ഉണ്ടാകും. അത് അയണിൻ്റെ അഭാവം മൂലമാണ്. അതുകൊണ്ടാണല്ലോ ഹീമോഗ്ലോബിൻ കുറയുന്നത്. അപ്പോൾ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് എന്താണ്? രക്തത്തിൽ ചുവപ്പ് നിറം നൽകുന്നതാണ് നമ്മുടെ ഹീമോഗ്ലോബിൻ. അതുപോലെ തന്നെ രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കും. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നു ആരാണ്? നമ്മുടെ ഹീമോഗ്ലോബിൻ തന്നെയാണ്. ഇനി നമുക്ക് നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണ് കിടക്കുന്നതെന്ന് നോക്കാം. നോക്കിക്കേ, ധാതു ലവണങ്ങൾ, മിനറൽസ്. മോൾക്ക് ചെറിയ വിളർച്ചയുണ്ട്, ഇലക്കറികൾ നന്നായിട്ട് കൊടുക്കണമെന്നാണ് നമ്മുടെ ഡോക്ടർ സാറ് പറയുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്. ഞാൻ 2 ടെക്സ്റ്റ് എടുത്തു വെച്ചു, അതുകൊണ്ടാണ്. ഓക്കെ, ധാതു ലവണം. അപ്പോൾ ഇലക്കറികൾ ധാരാളം കൊടുക്കണമെന്നാണ് നമ്മുടെ ഡോക്ടർ സാറ് പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കിക്കേ, ഇതാണ് ഇപ്പം നമ്മൾ കണ്ടത്. ഇരുമ്പ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നു. അതെന്തൊക്കെയുണ്ട്? ഇലക്കറികളിലുണ്ട്, മത്തൻ കുരുവിലുണ്ട്, മുതിരയുണ്ട്, ശർക്കരയുണ്ട്, കരളുണ്ട്. ഇതിലെല്ലാം ആരടങ്ങിയിട്ടുണ്ട്? നമ്മുടെ ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്. ഇനി കാൽസ്യം, ഫോസ്ഫറസ് ആണെങ്കിൽ എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും സഹായിക്കുന്നു. അതടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? ഏത്തപ്പഴം, മരച്ചീനി, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ. ഇനി സോഡിയം ആണെങ്കിലോ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ജലം നിലനിർത്തുന്നു. ഈ ഒരു പോയിന്റ് നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിലില്ല. കറിയുപ്പിൽ അടങ്ങിയിരിക്കുന്നതാണ് നമ്മുടെ സോഡിയം. ഇനി അയഡിൻ ആണെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന് അതുപോലെ തന്നെ മാനസിക വളർച്ചയ്ക്കൊക്കെ സഹായിക്കുന്നു. കടൽ വിഭവങ്ങൾ, അയഡിൻ ചേർത്ത ഉപ്പ്, കടൽ മത്സ്യങ്ങളുടെ തല, ഇതിലെല്ലാം ആരുണ്ട്? നമ്മുടെ അയഡിൻ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് മറ്റേ ബോക്സിനെക്കാട്ടിലും. ഓക്കെ, അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ അളവ് അതിനെ സഹായിക്കുന്ന ആരാണ്? നമ്മുടെ ഇരുമ്പാണ്. ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞു പോയാൽ നമുക്കുണ്ടാകുന്ന അസുഖമാണ് ഏത്? നമ്മുടെ
അനീമിയ എന്ന് പറയുന്നത്. അപ്പോൾ അയണിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഏത്? അനീമിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ ഈ 2 ടെക്സ്റ്റും കൂടെ എടുത്തത് കേട്ടോ. പുതിയതിനെക്കാട്ടിലും കുറച്ചുകൂടി ഒരു പഠിക്കാൻ എളുപ്പം പഴയതിലുണ്ട്, പിന്നെ ചില ടോപ്പിക്കുകൾ കൂടുതലുണ്ട് പുതിയതിൽ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറയുന്നതൊക്കെ നിങ്ങൾ എടുത്ത് വെച്ചോണ്ട്, നിങ്ങൾക്ക് എഴുതി വെക്കാൻ ഇച്ചിരി പാടായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞ് ഇത് എടുത്ത് വെക്കണം. ഓക്കെ, ഇനി ഏത് ഘടകത്തിൻ്റെ കുറവ് മൂലമാണ് കുട്ടിക്ക് വിളർച്ച ഉണ്ടാകുന്നതൊക്കെ ചോദിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് വിളർച്ച ഉണ്ടാകുന്ന ഏത് ഘടകത്തിൻ്റെയൊക്കെ കുറവ് മൂലമായിരിക്കും കുട്ടികൾക്ക് വിളർച്ച ഉണ്ടാകുന്നത്? നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുമ്പോൾ, അതുപോലെ തന്നെ എല്ലുകളുടെയും പല്ലുകളുടെയൊക്കെ അത് ശുഷ്കിച്ച് പോകാമെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പോൾ അതെല്ലാം കാൽസ്യം, ഫോസ്ഫറസ്, അല്ലെങ്കിൽ സോഡിയം, അല്ലെങ്കിൽ ഇരുമ്പ്, അയഡിൻ, ഇതുപോലെയുള്ള നമ്മുടെ മിനറൽസിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ നമുക്ക് വിളർച്ച ഉണ്ടാകും. അപ്പം നമ്മൾ ധാരാളം ഇലക്കറികളൊക്കെ കഴിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്താണ് നോക്കിക്കേ, ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഡിസീസസ്, പോഷക അപര്യാപ്തത രോഗങ്ങൾ. പോഷകഘടകങ്ങളുടെ അപര്യാപ്തത ശരീര വളർച്ച മുരടിക്കുന്നതിനും പലതരം രോഗങ്ങൾ ഉണ്ടാക്കുന്നതിനും കാരണമാകുന്നു. ഇത്തരം രോഗങ്ങളാണ് പോഷക അപര്യാപ്തത രോഗങ്ങൾ. നമ്മൾ പറഞ്ഞായിരുന്നു വിറ്റാമിൻ ഡിയുടെ ആണെങ്കിൽ കണയാണ്, പിന്നെ ഇരുമ്പിൻ്റെ അഭാവം മൂലമാണെങ്കിൽ അത് നമ്മുടെ അയഡിനുമാണ്, അല്ല അനീമിയാണ്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വൈറ്റമിൻ എ നിശാന്തത, മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. വൈറ്റമിൻ ബി ആണെങ്കിൽ വായ്പുണ്ണ്, വായിൽ വ്രണങ്ങൾ ഉണ്ടാകുന്നതാണത്. ഇനി വൈറ്റമിൻ സി ആണെങ്കിൽ സ്കർവി എന്ന് പറയുന്നത് നമ്മുടെ നാവികരുടെ രോഗം എന്നാണ് അറിയപ്പെടുന്നത്. നാവികരുടെ രോഗമെന്ന് അറിയപ്പെടുന്നതാണ് ആര്? നമ്മുടെ സ്കർവി എന്ന് പറയുന്നത്. അത് മോണയിൽ പഴുപ്പും രക്തസ്രാവവും ഉണ്ടാകും ഈ സ്കർവി വരുമ്പം. പിന്നെ വിറ്റാമിൻ ഡി ആണെങ്കിൽ കണ, അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ഇരുമ്പിൻ്റെ ആണെങ്കിൽ അനീമിയ, രക്തക്കുളർവ്, വിളർച്ച. അയഡിൻ്റെ ആണെങ്കിൽ ഗോയിറ്റർ, അതായത് തൊണ്ടയിൽ മുഴയുണ്ടാകുന്നു. അയഡിൻ്റെ അപര്യാപ്ത രോഗമാണ് ഏത്? നമ്മുടെ ഗോയിറ്റർ എന്ന് പറയുന്നത്, അതായത് തൊണ്ടയിൽ മുഴ വരുന്നത്. ഓക്കെ, അത് നമ്മുടെ പുതിയ ടെക്സ്റ്റിനകത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് പഠിക്കാനുള്ളൊരു കോഡുണ്ട്, ഇപ്പം പറഞ്ഞുതരാം. ഇത് സ്ക്രീൻഷോട്ട് എടുത്തു, നമ്മുടെ പുതിയ ടെക്സ്റ്റിൻ്റെ അകത്തും ഉണ്ട്. ഓക്കെ, ഇത് അപര്യാപ്ത രോഗങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞതാണ്. വിറ്റാമിനുകളും ധാതുക്കളും കുറഞ്ഞ അളവിൽ മാത്രമേ ശരീരത്തിന് ആവശ്യമുള്ളൂ. എങ്കിലും വേണ്ടത്ര അളവിൽ അവ ലഭ്യമായില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അപര്യാപ്തത രോഗങ്ങൾ ഉണ്ടാകുന്നു. പ്രോട്ടീൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന അപര്യാപ്ത രോഗങ്ങൾ നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നമ്മൾ പറഞ്ഞായിരുന്നു പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന 2 രോഗങ്ങൾ. നമ്മൾ ആ കൊച്ചിൻ്റെ ഫോട്ടോയൊക്കെ കണ്ട് പറഞ്ഞായിരുന്നു, വയറൊക്കെ വീർത്തിരിക്കുന്നത്. ഏതൊക്കെയായിരുന്നു 2 രോഗങ്ങൾ? പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന 2 രോഗങ്ങൾ ഏതൊക്കെയായിരുന്നു? ഒന്ന് ക്വാഷിയോർക്കറും, ക്വാഷിയോർക്കറും, പിന്നെ ഒരെണ്ണം ഏതായിരുന്നു? എന്തോ മരാസ്മസും അല്ലേ? മരാസ്മസും. ഓക്കെ, ക്വാഷിയോർക്കറും മരാസ്മസും ആയിരുന്നു നമ്മുടെ പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടായ രോഗങ്ങൾ. അതുപോലെ തന്നെ ഉള്ളതാണ് നമ്മുടെ വൈറ്റമിൻ എ, ബി, സി, ഡി. ഇതിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ. വൈറ്റമിൻ എയുടെ ആണെങ്കിൽ നിശാന്തത, വിറ്റാമിൻ ബിയുടെ ആണെങ്കിൽ നമ്മുടെ വായ്പുണ്ണെന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. വലിയ ഗ്ലോസിറ്റിസ് ഒന്നും ഓർത്തില്ലെങ്കിലും വായ്പുണ്ണ് ഓർത്തിരിക്കണേ. ഗ്ലോസിറ്റീസും ഇപ്പോൾ ഉണ്ട്. നമ്മുടെ പഴയ ടെക്സ്റ്റ് വായ്പുണ്ണ് മാത്രമേ ഉള്ളൂ, ഗ്ലോസിറ്റീസ് ഒന്നുമില്ല. അതായത് നാവ് വീക്കവും നാവിലെ തൊലി ഇളകുന്ന അവസ്ഥയും. പിന്നെ വൈറ്റമിൻ സി ആണെങ്കിൽ സ്കർവി, വൈറ്റമിൻ ഡി ആണെങ്കിൽ കണ. അപ്പോൾ ഇത് പഠിക്കാനുള്ള ഇതാണ് കോഡെന്ന് പറയുന്നത്. അതായത് നിശയ്ക്ക് വായ്പുണ്ണ് വന്നപ്പോൾ സ്കർവിയും കണയും കാണാൻ പോയി, അത്രേ ഉള്ളൂ. അതായത് നമ്മുടെ നിശയ്ക്ക് നിശാന്തത, വായ്പുണ്ണ്. നിശയ്ക്ക് വായ്പുണ്ണ് വന്നപ്പോൾ സ്കർവിയും കണയും കൂടെ ഓടിച്ചെന്നു, അല്ലെങ്കിൽ കാണാൻ പോയി, അങ്ങനെ പഠിച്ചാൽ മതി. അപ്പം നിശ എന്ന് പറയുമ്പോൾ നിശാന്തത വൈറ്റമിൻ എ, വായ്പുണ്ണ് എന്ന് പറയുന്നത് വൈറ്റമിൻ ബിയുടേത്, പിന്നെ സ്കർവി ആണെങ്കിൽ വൈറ്റമിൻ സി, കണയാണെങ്കിൽ വൈറ്റമിൻ ഡി. ഈ 4 എണ്ണത്തിൻ്റെ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. നിശയ്ക്ക് ഞാനിവിടെ എഴുതി വെക്കാവേ വേറെ കളർ എടുത്തിട്ട്. നിശയ്ക്ക് വായ്പുണ്ണ് വന്നപ്പോൾ സ്കർവിയും കണയും കാണാൻ പോയി. നിശയ്ക്ക് വായ്പുണ്ണ് വന്നപ്പോൾ സ്കർവിയും കണയും കാണാൻ പോയി. സ്കർവിയും കണയും കാണാൻ പോയെന്നോ ഓടിച്ചെന്നോ അങ്ങനെ എന്ത് വേണമല്ലോ ആക്കാം കേട്ടോ. ലാസ്റ്റ് കാണാൻ പോയെന്നോ ഓടിച്ചെന്നോ അങ്ങനെ എന്തെങ്കിലും ആക്കാം.
നിശയുടെ ആണെങ്കിൽ വൈറ്റമിൻ എ ആണ് നിശാന്തത. പിന്നെ വായ്പുണ്ണാണെങ്കിൽ വിറ്റാമിൻ ബി ആണ്. ഇനി സ്കർവി ആണെങ്കിൽ സി സ്കർവി. ഡി കണ, വൈറ്റമിൻ ഡിയുടെ ആണ് കണ. ഇതുണ്ടോ കാലിരിക്കുന്ന കണ്ടോ? ഞാൻ എൻ്റെ മണ്ടേ കൂടെ എഴുതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിൽ ആ കാലിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് കണ എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നല്ലോ പിള്ളേരുടെയൊക്കെ ഈ എല്ലുകളൊക്കെ ഒരുമാതിരി ശോഷിച്ച് എല്ലും തോലും ഒന്ന് ആയിപ്പോകുന്ന ഒരു അവസ്ഥ പോലെ ഉണ്ടല്ലോ. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമുള്ളതാണ് കണ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടേബിൾ പഠിക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇപ്രാവശ്യം ഗ്ലോസിറ്റിസം എന്നും പറഞ്ഞ് നമ്മുടെ വൈറ്റമിൻ ഡിയുടെ കൂടെ ഒരു അസുഖം കൂടെ വന്നിട്ടുണ്ട്, അതുകൂടെ പഠിക്കണം. നാവ് വീക്കോ, നാവിലെ തൊലി ഇളകുന്ന അവസ്ഥയെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ അതും പഠിക്കണം കേട്ടോ, ആ ഒരു പേരും കൂടെ ഓർത്തിരിക്കണേ. അല്ലെ വായ്പുണ്ണ് മാത്രം ഓപ്ഷൻ, പിന്നെ വായ്പുണ്ണെന്ന് ഓർത്തോണ്ടാണ് ഞങ്ങൾ ഇരുന്നത്. ക്വസ്റ്റ്യനിൽ വായ്പുണ്ണല്ല ഗ്ലോസിറ്റീസാണ് കണ്ടേ. എന്നിട്ട് അത് ഞങ്ങൾ പഠിക്കാത്ത സാധനമൊന്നും ആരും ഓർത്തേക്കരുത്. ഗ്ലോസിറ്റീസ് വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് കേട്ടോ, അത് വിട്ട് കളഞ്ഞേക്കല്ലേ. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, ഈ 4 എണ്ണത്തിൻ്റെ അപര്യാപ്ത രോഗങ്ങൾ കിട്ടിയോ? കോഡും കിട്ടിയോ? ഓക്കെ ആണോ അത്? ഓക്കെ. അങ്ങനെയാണെങ്കിൽ എന്താണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്? നോക്കിക്കേ, ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണ് നിശാന്തത. നിശാന്തതയുള്ള വ്യക്തികൾക്ക് പകലും രാത്രിയിൽ നല്ല വെളിച്ചത്തിലും കാഴ്ചയ്ക്ക് യാതൊരു തകരാറും ഉണ്ടായിരിക്കില്ല. അതായത് നിശാന്തതയുള്ള വ്യക്തികൾക്ക് പകലും രാത്രിയിൽ നല്ല വെളിച്ചത്തിലും കാഴ്ചയ്ക്ക് യാതൊരു തകരാറും ഉണ്ടായിരിക്കില്ല. പക്ഷെ മങ്ങിയ വെളിച്ചത്തിൽ ഒന്നും കാണാൻ പറ്റത്തില്ല. അതാണ് നിശാന്തത എന്ന് പറയുന്നത്. അപ്പം നിശാന്തതയ്ക്ക് കാരണമായിട്ടുള്ള ഏത് വൈറ്റമിൻ്റെ അഭാവം മൂലമാണോ? വിറ്റാമിൻ എ അല്ലേ. ഇനി ഏത് വൈറ്റമിൻ്റെ അഭാവം മൂലമാണ് കണയുണ്ടാകുന്നത്? വിറ്റാമിൻ ഡി. ഇനി സ്കർവി ആണെങ്കിലും അത് സ് എന്നുള്ള ആ ഒരു ഇതിൽ ഓർത്താൽ മതി. സി ആണ് നമ്മുടെ സ്കർവി, വൈറ്റമിൻ സിയുടെ അഭാവം മൂലമാണ് സ്കർവി ഉണ്ട്. ഇനി ആർക്കെങ്കിലും വായ്പുണ്ണുണ്ടെങ്കിൽ അപ്പോൾ ഓർത്തിരുത്തോണം എന്ത്? വിറ്റാമിൻ ബിയുടെ കുറവാണ്. ഇനി നമ്മൾ വായ്പുണ്ണൊക്കെ ഇടയ്ക്കിടയ്ക്ക് എല്ലാവർക്കും വരുന്നതാണ്, പിള്ളേർക്കൊക്കെ കൂടുതൽ വായ്പുണ്ണ് എപ്പോഴും വരുന്നതാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, എടാ വിറ്റാമിൻ്റെ ബിയുടെ കുറവ് മൂലമാണ് നിനക്കിപ്പം വായ്പുണ്ണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത്രയെങ്കിലും പറഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് അത്രയും അറിയാമെന്നെങ്കിലും അവർ ഓർക്കുമല്ലോ. ഓക്കെ, ഇനി നോക്കിക്കേ, ധാതുക്കളുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അപര്യാപ്ത രോഗങ്ങളാണ് ഇനി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വൈറ്റമിൻസ് 4 എണ്ണത്തിൻ്റെ നമ്മൾ പറഞ്ഞു. ഇനി ധാതുക്കൾ ഈ 4 എണ്ണത്തിൻ്റെ നോക്കിയാൽ അയണിൻ്റെ ആണ് നമ്മൾ പറഞ്ഞു അല്ലേ. ഇത് അനീമിയ. അയഡിൻ്റെ ആണെങ്കിൽ ഗോയിറ്റർ, നമ്മുടെ തൊണ്ടയിൽ മുഴ. കാൽസ്യം ആണെങ്കിൽ ഓസ്റ്റിയോപൊറോസിസ്, അത്യാവശ്യം നല്ല വലിയ പേരാണ്, അത് കാൽസ്യമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാൽസ്യത്തിൻ്റെ ആണെങ്കിൽ അവൻ്റെ അപര്യാപ്ത രോഗം ആരാണ്? ഓസ്റ്റിയോപൊറോസിസ്. നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിൻ്റെ പക്ഷേ കാൽസ്യത്തിൻ്റെ കാര്യം പറയുന്നില്ല. നിങ്ങൾ ആ ടേബിൾ കണ്ടോ? ഇരുമ്പും അതായത് അയണും അയഡിനും മാത്രമേ തന്നിട്ടുള്ളൂ. ബാക്കി വൈറ്റമിൻസ് 4 എണ്ണം ഉണ്ട്, നമ്മൾ പറഞ്ഞ 4 പേരും ഉണ്ട്. പിന്നെ ഇരുമ്പും അയഡിനും ഉണ്ട്, ഇരുമ്പിൻ്റെ അനീമിയയും അയഡിൻ്റെ ഗോയിറ്ററും. പക്ഷെ നമ്മുടെ പുതിയ ടെക്സ്റ്റിനകത്ത് നമ്മുടെ കാൽസ്യത്തിൻ്റെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആരാണ്? നമ്മുടെ ഓസ്റ്റിയോപൊറോസിസ്. നിങ്ങൾക്ക് എഴുതാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അപ്പോഴേ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തോണം കേട്ടോ. അതായത് കാൽസ്യത്തിൻ്റെ അപര്യാപ്ത രോഗമാണ് ആര്? ഓസ്റ്റിയോപൊറോസിസ്. നല്ല സൂപ്പർ പേരാണ്. അപ്പോൾ അത് കാൽസ്യത്തിൻ്റെ ആണെന്ന് ഓർത്തിരിക്കണേ, ഓസ്റ്റിയോപൊറോസിസ്. ഓക്കെ, ഇനി അയണിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഏത്? നമ്മുടെ വിളർച്ച അല്ലെങ്കിൽ അനീമിയ എന്ന് പറയുന്നത്. ഇനി ഗോയിറ്റർ രോഗം ഉണ്ടാകാതിരിക്കാൻ നാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ആഹാര വസ്തുക്കൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ട്? അയഡിൻ അടങ്ങിയിട്ടുള്ള വസ്തുക്കളാണ് നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത്, ഗോയിറ്റർ വരാതിരിക്കാൻ അല്ലേ. നമ്മുടെ തൊണ്ടയിലെ മുഴ വരാതിരിക്കാൻ നമ്മൾ അയഡിൻ അടങ്ങിയ വസ്തുക്കൾ, അതായത് കടൽ വിഭവങ്ങൾ, സീ ഫുഡാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കേണ്ടത്, ഗോയിറ്റർ വരാതിരിക്കാൻ. ഇനി ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകാതിരിക്കാൻ ഏതൊക്കെ തരം ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം? കാൽസ്യം അടങ്ങിയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളാണ് മുട്ട, പാല്, ഇലക്കറികൾ, മത്സ്യം എന്നിവയാണ് നമ്മുടെ ഓസ്റ്റിയോപൊറോസിസ് എന്നുള്ള വലിയ അസുഖം വരാതിരിക്കാൻ നമ്മൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ. ഇനി അയൺ ഗുളിക എന്തിനാണ് കൊടുക്കുന്നത്? നമുക്ക് അനീമിയ അല്ലെങ്കിൽ വിളർച്ച കുട്ടികൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അയൺ ഗുളിക കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഈ ധാതുക്കളും അതിൻ്റെ അപര്യാപ്ത രോഗങ്ങളും വൈറ്റമിൻസും അതിൻ്റെ അപര്യാപ്ത രോഗങ്ങളും പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് കിട്ടിയോ? എടുത്തായിരുന്നോ? ഓക്കെ, അങ്ങനെയാണ്. നോക്കിക്കേ, നമ്മുടെ ഓസ്റ്റിയോപൊറോസിസ് ആരാണ്? അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയാണ് ഏത്? നമ്മുടെ ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ
അസ്ഥിക്ഷയം, ഓസ്റ്റിയോപൊറോസിന് മലയാളത്തിൽ ഒരു പേരുണ്ട്, ഏത്? അസ്ഥിക്ഷയം എന്ന് പറയുന്നത് കാൽസ്യത്തിന് അഭാവം മൂലം ഉണ്ടാകുന്നതാണ്. എന്ത്? അതായത് അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന ഒരവസ്ഥയാണ് ഇത് നമ്മുടെ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. എല്ലുകളുടെ ബലക്ഷയം, പൊട്ടൽ എന്നിവയ്ക്ക് ഇത് കാരണമാകുന്നു. ഇനി നമ്മുടെ ഗോയിറ്റർ, നമ്മളറിയാം തൊണ്ടയിലെ മുഴ. നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ അയഡിൻ്റെ അഭാവം മൂലം തൊണ്ടയിലെ തൈറോയ്ഡ് ഗ്രന്ഥി വലുതാകുന്ന അവസ്ഥയാണ് സിമ്പിൾ ഗോയിറ്റർ, അതായത് തൊണ്ടമുഴ എന്ന് പറയുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപ്പാദനത്തിന് അയഡിൻ ആവശ്യമാണ്. അപ്പോൾ അയഡിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് നമ്മുടെ ഗോയിറ്റർ. ഓസ്റ്റിയോപൊറോസിസ് ആണെങ്കിലോ കാൽസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് നമ്മുടെ ഓസ്റ്റിയോപൊറോസിസ്. ഓക്കെ, ഓസ്റ്റിയോപൊറോസിസ് എന്താ, ഈ PDF ഞാൻ ഗ്രൂപ്പിലിട്ട് തരാം കേട്ടോ. ഓസ്റ്റിയോപൊറോസിസ് എന്താണെന്നും ഗോയിറ്റർ എന്താണെന്നും ഓർത്തിരിക്കുക. അത് മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് അത് എന്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണെന്ന് മാത്രം, ഏത് മിനറൽസിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണെന്ന് മാത്രം ഓർത്തിരിക്കുക. ഇനി നോക്കിക്കേ, പോഷകേതര ഘടകങ്ങൾ. ഓക്കെ, പോഷക ഘടകങ്ങളെ പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റു ചില ഘടകങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമാണ്. വാഴപ്പിണ്ടി മുറിച്ചു നോക്കി അവയിലെ നാരുകൾ നിരീക്ഷിക്കൂ. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്, ഇതുപോലെയൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഫൈബേഴ്സ്, നാരുകൾ നമ്മൾ പറഞ്ഞായിരുന്നു. ഈ വാഴപ്പിണ്ടിയിലൊക്കെ ധാരാളം നാരുകളുണ്ട്. നോക്കിക്കേ, സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസ് ആണ് നാരുകൾ. നാരുകൾ പോഷക ഘടകമല്ല എങ്കിലും ദഹനം, വൻകുടലിലൂടെ വിസർജ്യ വസ്തുക്കളുടെ പുറംതള്ളൽ എന്നിവ സുഗമമാക്കുന്നത് നാരുകളാണ്. തവിടടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ പിണ്ടി, വാഴക്കൂമ്പ് തുടങ്ങിയവയിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നു. അപ്പം നാരുകൾ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയത്തില്ല, പക്ഷേ എന്താണ്, ദഹനം, വൻകുടലിലൂടെ വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ എന്നിവയൊക്കെ സുഗമമായി നടക്കുന്ന ആരുടെ ഹെൽപ്പോടു കൂടെയാണ്, അല്ലെങ്കിൽ ആരുടെ സഹായത്തോടു കൂടെയാണ്? നമ്മുടെ ഫൈബേഴ്സിൻ്റെ അല്ലെങ്കിൽ നാരുകളുടെ സഹായത്തോടു കൂടെയാണ്. തവിടടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ പിണ്ടി, വാഴക്കൂമ്പ് തുടങ്ങിയവയിലെല്ലാം ആരടങ്ങിയിട്ടുണ്ട്? നമ്മുടെ നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നോക്കി ചിത്രം നിരീക്ഷിക്കൂ. ഇത് നമ്മുടെ ഇവിടെ സാധാരണ നമ്മൾ എടുക്കുന്ന മാങ്ങയും പിന്നെ ഒരെണ്ണം നമ്മുടെ ജ്യൂസ് അടിക്കുന്ന മാങ്ങയുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ നാരടങ്ങിയിരിക്കുന്നത് ചോദിച്ചാൽ നമ്മൾ തന്നെത്താനെ കഴിക്കുന്ന, നമ്മൾ മുറിച്ച് കഴിക്കുന്ന മാങ്ങാപ്പഴമില്ലേ, അതിൻ്റെ അകത്തായിരിക്കും കൂടുതൽ നാരടങ്ങിയിട്ടുണ്ടാവും. ജ്യൂസ് അടിക്കുമ്പോൾ എന്താണ്, നമ്മൾ അരിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ തന്നെ നാരുകളെല്ലാം മേളിൽ നമ്മുടെ അരിപ്പയിൽ ഇരിക്കുകയും ചെയ്യും, ബാക്കി കണ്ടൻറ്റ് നമുക്ക് ജ്യൂസായിട്ട് കിട്ടുള്ളൂ. അപ്പം നാരടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കണമെന്ന് പറയാം. നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കുന്നതിനേക്കാട്ടിലും കുറച്ചുകൂടെ നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് തന്നെ കഴിക്കണമെന്ന് പറയാം. നാരുകളാണ്, അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, കണ്ടോ, കൂടുതൽ നാരുകൾ ഉണ്ടാവും. എന്തുകൊണ്ട്? ഇതിന് മുതൽ മാമ്പഴം, ഓറഞ്ച്, ആപ്പിൾ തുടങ്ങിയ പഴവർഗ്ഗങ്ങളൊക്കെ ജ്യൂസ് രൂപത്തിലാക്കാതെ കഴിക്കാൻ ശ്രദ്ധിക്കുക. അതായത് നാരടങ്ങിയ ഭക്ഷണം കഴിക്കണമെന്ന് പറയുക. അതുകൊണ്ടാണ് ജ്യൂസ് അടിക്കാതെ തന്നെ നമ്മൾ ഡയറക്റ്റ് നമ്മൾ കട്ട് ചെയ്ത് നല്ല ഫ്രഷായിട്ട് കട്ട് ചെയ്ത് നമ്മൾ കഴിക്കണമെന്ന് പറയുന്നത്. ഇനി നോക്കിയാൽ ജലം. നമ്മുടെ ശരീരത്തിൻ്റെ ഏതാണ്ട് 70% ജലമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ദഹനം, രക്തശംക്രമണം, വിസർജനം തുടങ്ങി വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ്. മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ ശരീരത്തിൽ നിന്ന് ജലനഷ്ടം ഉണ്ടാകുന്നു. അതിനാൽ ധാരാളം ശുദ്ധജലം കുടിക്കണം. കുട്ടികൾ ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കേണ്ടതുണ്ട്. തക്കാളി, വെള്ളരി, തണ്ണിമത്തൻ തുടങ്ങിയ പച്ചക്കറികളിൽ ധാരാളം ജലം അടങ്ങിയിരിക്കുന്നു. ഇവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനിയാണ് സമീകൃത ആഹാരം, ബാലൻസ്ഡ് ഡയറ്റ്. നമ്മുടെ ചാപ്റ്റർ ഏകദേശം തീരാറായി കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് പിന്നെ നിർത്താത്തേ. 10 മണി കഴിഞ്ഞു എന്ന് എനിക്കറിയാം, ഞാനിപ്പോൾ തന്നെ തീർക്കാം കേട്ടോ. ഓക്കെ, ബാലൻസ്ഡ് ഡയറ്റ് ആരോഗ്യം നിലനിർത്തുന്നതിന് നിശ്ചിത അളവിൽ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്ന ഭക്ഷണക്രമമാണ് നാം ശീലിക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഭക്ഷണക്രമമാണ് ഏത്? നമ്മുടെ സമീകൃത ആഹാരം അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ്. നമുക്ക് പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്സ്, പിന്നെ ഫൈബേഴ്സ്, ഇതെല്ലാം അതിൻ്റെ കൃത്യമായിട്ടുള്ള അളവിൽ നമ്മൾ ബാലൻസ് ചെയ്ത് പോകാൻ തന്നെ. അപ്പോൾ ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ അത് സമീകൃത ആഹാരം എന്ന് പറയുന്നു, നമ്മുടെ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നു. ഒരു ഭക്ഷ്യവസ്തുവിലെ പോഷക ഘടകത്തിൽ ഉണ്ടാകുന്ന കുറവ് മറ്റൊരു ഭക്ഷണത്തിലൂടെയല്ലേ നാം നികത്തുന്നത്. ഇപ്പം എന്തിലേലും ഒരു കാര്യത്തിൽ കുറവുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ ഇതിൽ കുറവുണ്ടാകുമ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റും ബാക്കി
എന്താ ഫാറ്റ്സും അല്ലെങ്കിൽ വൈറ്റമിൻസും ഇതെല്ലാം കഴിച്ച് നമ്മളത് ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഒരു നേരത്തെ ഭക്ഷണം ഒക്കെ പട്ടികപ്പെടുത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഫുഡ് ചാർട്ടാണ്. ഈ ഡയറ്റൊക്കെ നോക്കുന്നവരും എന്താ ജിമ്മിലൊക്കെ പോകുന്നവരൊക്കെ കൃത്യം ഫുഡ് പ്ലാനിങ് ഒക്കെ ഉണ്ടല്ലോ അവർക്ക്. അപ്പോൾ അതുപോലെ ഒരു ഫുഡ് പ്ലേറ്റ് ആണ് തന്നിരിക്കുന്നത്. നമ്മളങ്ങനെ നോക്കാറില്ല, പക്ഷെ ഇങ്ങനെയൊക്കെ നോക്കി കഴിക്കണം എന്ന് പറഞ്ഞു. ഇത് എന്താ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്നതൊക്കെ, കൊഴുപ്പ് ഇതിലൊക്കെ, ഇതൊക്കെ നമ്മൾ ആദ്യം തന്നെ കണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഫസ്റ്റ് തന്നെ നമ്മൾ ബോക്സിൻ്റെ അകത്താക്കി കണ്ടായിരുന്നു. പിന്നെ ഉച്ചഭക്ഷണം, കലോറിയും. ഓക്കെ, കലോറി എന്താണെന്നും കൂടെ നോക്കാം. ഭക്ഷണത്തിലെ ഊർജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ആണ് ഏത്? നമ്മുടെ കലോറി എന്ന് പറയുന്നത്. അപ്പോൾ ഭക്ഷണത്തിലെ ഊർജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ആണ് ഏത്? കലോറി എന്ന് പറയുന്നത്. ശ്വസനം, രക്തചംക്രമണം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് ഊർജം ആവശ്യമാണ്. ശാരീരിക അധ്വാനമുള്ള ഒരു പുരുഷന് പ്രതിദിനം ശരാശരി 1900 മുതൽ 2400 കലോറി വരെ ഊർജം ആവശ്യമാണ്. ശാരീരിക അധ്വാനമുള്ള ഒരു സ്ത്രീക്ക് പ്രതിദിനം ശരാശരി 1600 മുതൽ 2000 കലോറി വരെ ഊർജം വേണം. ഒരു മുതിർന്ന കുട്ടിക്കാണെങ്കിൽ 1200 മുതൽ 1400 കലോറി വരെ ഊർജം ആവശ്യമാണ്. അപ്പോൾ ജസ്റ്റ് കലോറി എന്താണെന്ന് ഓർത്തിരിക്കുക. അതായത് നമ്മുടെ ഭക്ഷണത്തിലെ ഊർജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന ഒരു യൂണിറ്റാണ് ഏത്? കലോറി എന്ന് പറയുന്നത്. ഈ അളവൊന്നും അങ്ങനെ ചോദിക്കില്ല കേട്ടോ. കലോറി എന്താണ്, എന്തിനുള്ള യൂണിറ്റ് ആണെന്ന് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നെ പോഷകമൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ പച്ചക്കറി മുറിച്ചതിന് ശേഷം കഴുകുമ്പം പോഷകമൂല്യങ്ങൾ നഷ്ടപ്പെടാനുള്ള ചാൻസ്. അതായത് പച്ചക്കറി നമ്മൾ വേവിച്ച് കഴിക്കാറുണ്ട് അല്ലേ? നമ്മൾ വേവിച്ച് കഴിക്കുമ്പോൾ അടച്ചു വെച്ച് വേവിക്കണമെന്നൊക്കെ മുമ്പേയും പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ പല സാധനങ്ങളും പുറത്തുനിന്ന് മേടിക്കുമ്പം എല്ലാം വിഷമടിച്ചാണ് കിട്ടുന്നത്. പിന്നെ അത് നമ്മളെല്ലാം ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഉപ്പിലിട്ടൊക്കെ കഴുകിയാണ് നമ്മളെടുത്ത് കഴിക്കാറുള്ളത്. ഇവിടെ നോക്കിക്കേ, വിലയിരുത്താമെന്ന് പറഞ്ഞ് കുറച്ച് വർക്കുകൾ തന്നിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ട? നമ്മുടെ ധാന്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കേട്ടോ. ഇനി ധാതുക്കളാണെങ്കിലോ, ധാതുക്കളുടെ അകത്ത് എന്നൊക്കെ ഉണ്ട്? നമ്മുടെ ഇലക്കറികളുണ്ട്. കൊഴുപ്പാണെങ്കിലോ എണ്ണ, നെയ്യ്, അതൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. പ്രോട്ടീൻ ആണെങ്കിൽ പയറുവർഗ്ഗങ്ങൾ, മുട്ട. ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ നിങ്ങൾക്ക് മടുപ്പാവും, സമയം പോകില്ലെന്ന് ഓർത്താ കേട്ടോ. കാർബോഹൈഡ്രേറ്റിൻ്റെ അകത്ത് ധാന്യങ്ങൾ, ധാതുക്കളാണെങ്കിൽ ഇലക്കറികൾ, കൊഴുപ്പാണെങ്കിൽ എണ്ണകൾ, പ്രോട്ടീൻ ആണെങ്കിൽ പയറുവർഗ്ഗങ്ങൾ, മുട്ട. ഇനി അയഡിൻ അടങ്ങിയ ആഹാരം കഴിക്കാത്ത ഒരു വ്യക്തിക്ക് വരാവുന്ന ആരോഗ്യ പ്രശ്നം ഏതാണ്? നമ്മൾ പറഞ്ഞായിരുന്നു, അയഡിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് ഏത്? നമ്മുടെ ഗോയിറ്റർ അല്ലേ? തൊണ്ടയിൽ മുഴയുണ്ടാവും നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി കണയാണെങ്കിൽ വൈറ്റമിൻ ഡി മൂലം അല്ലേ? ഡിയുടെ അഭാവം മൂലം. നിശാന്തതയാണെങ്കിൽ വൈറ്റമിൻ എയുടെ ഇതുമൂലം. വിളർച്ചയാണെങ്കിൽ നമ്മൾ പറഞ്ഞായിരുന്നു അനീമിയ അല്ലേ? അയണിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് നമ്മുടെ അനീമിയ അല്ലെങ്കിൽ വിളർച്ച. അപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ആ വൈറ്റമിൻസ് അല്ലെങ്കിൽ മിനറൽസ്, അതിൻ്റെ അപര്യാപ്ത രോഗങ്ങൾ കാണാതെ തന്നെ പഠിക്കണം. മറ്റേത് നമുക്ക് വൈറ്റമിൻസിൽ പഠിക്കാൻ കോഡുണ്ട്. നിശയ്ക്ക് വായ്പുണ്ണ് വന്നപ്പം പിന്നെ ഗ്ലോസിമിറ്റിസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു അസുഖം കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അതും കൂടെ ഓർത്തിരിക്കാം. നിശയ്ക്ക് വായ്പുണ്ണ് വന്നപ്പം നമ്മുടെ സ്കർവിയും കണയും കാണാൻ ചെന്നോ ഓടിച്ചെന്നോ, അത് വൈറ്റമിൻസിൻ്റെ വരുന്നത്. പിന്നെ അയണും കാൽസ്യവും ഗോയിറ്ററും, ആ 3 കൂടെ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. കാരണം ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. അല്ലെങ്കിൽ ഇതുപോലെ മാത്സ് ഫോളോയെങ്കിൽ ഏതാണ് ശരിയായ ജോഡി അല്ലെങ്കിൽ തെറ്റായ ജോഡി, ആ രീതിയിലും വരാം. ഇനി കാർബോഹൈഡ്രേറ്റിൻ്റെയും പ്രോട്ടീൻ്റെ ഒക്കെ ആണെങ്കിൽ എന്താ? ആ സെൻറ്റൻസ് തന്നിട്ടാണ് സാധാരണഗതിയിൽ ചോദിക്കാറ്. അതായത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം ലഭിക്കുന്ന ഏത് പോഷക ഘടകമാണ്, അങ്ങനെ സെൻറ്റൻസ് തന്നിട്ടാണ് സാധാരണ ചോദിക്കാറുള്ളത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് നമ്മൾ മുമ്പേ കണ്ടത്. ഇതിൻ്റെ അകത്ത് കാൽസ്യം കൂടെ നമ്മുടെ പുതിയ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അപര്യാപ്ത രോഗവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ ഈ ജലം, നാരുകൾ നമ്മളിപ്പോൾ കണ്ടതാണ്, നമ്മുടെ ഫൈബേഴ്സ്. പിന്നെ ആഹാരം തിരഞ്ഞെടുക്കുമ്പോൾ ഇതുണ്ട്, സമീകൃത ആഹാരം ഏതൊക്കെയാണ്, ഇന്ന് രാവിലെ കഴിക്കുന്ന ഓരോരുത്തരുടെ ഇന്നുണ്ട് B1 B2, ഇത് ആദ്യം ഞാൻ ഗ്രൂപ്പിലിട്ട് തരാം കേട്ടോ. B1 B2 അതിൻ്റെ പേരുകളല്ലാവേ. പിന്നെ ഒരു പാചകക്കുറിപ്പ്, അതൊന്നും നമുക്ക് വേണ്ട. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു പാഠത്തിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠമാണ്. ഞാൻ നമ്മുടെ ഇൻ്റർനാഷണൽ ഇയേഴ്സും അതുപോലെ തന്നെ ആ വിറ്റാമിൻസിൻ്റെ പേര് B1 B2 B3 അതിൻ്റെ പേരുകൾ ഞാൻ ഗ്രൂപ്പിലിട്ട് തന്നേക്കാം കേട്ടോ. പിന്നെ ഈ 2 PDF ഞാൻ ഗ്രൂപ്പിലിട്ടേക്കാം. പഴയ ടെക്സ്റ്റ് ബുക്കിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററായിട്ടാണ് വരുന്നത് ഈ ഒരു യൂണിറ്റ്, വൈറ്റമിൻസിൻ്റെയും കാർബോഹൈഡ്രേറ്റും എല്ലാം. പുതിയ ടെക്സ്റ്റിൻ്റെ ഫസ്റ്റ് യൂണിറ്റും. അപ്പോൾ ഈ 2ഉം ഞാൻ ഇട്ട് തന്നേക്കാം. പിന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അത് ഫോണിൽ തന്നെ ഇട്ടേക്കാൻ, അല്ല നോട്ട്ബുക്കിലേക്ക് നിങ്ങൾ ക്ലാസ് കഴിയുമ്പോൾ തന്നെ എഴുതി വെക്കുക, പഠിക്കുക. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്തിയാലോ? എല്ലാവർക്കും മഴയൊക്കെ ആയതുകൊണ്ട് തണുത്ത് മൂടി പൊതിച്ച് ഉറങ്ങാനൊക്കെ തോന്നില്ലേ? ഉറങ്ങിക്കോ കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പഠിച്ചിട്ട് ഉറങ്ങാവുള്ളേ. ഓക്കെ. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കിട്ടാതെ വരും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഓക്കെ ആണോ? ഹലോ.